Thank you friends for watching and thank you for joining in this live. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ നോയമ്പിൻ്റെ 5-ാമത്തെ ബുധനാഴ്ച വായനാ ഭാഗങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. ഈ 5-ാമത്തെ ബുധനാഴ്ച വചനിപ്പ് പെരുന്നാളും കൂടെ ആയതുകൊണ്ട് വചനിപ്പ് പെരുന്നാളിനോട് ബന്ധപ്പെട്ട വായനാ ഭാഗങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ വചനിപ്പ് പെരുന്നാളിൻ്റെ വായനകൾ നമ്മൾ ഓൾറെഡി ചിന്തിച്ചു കഴിഞ്ഞതായതുകൊണ്ട് ബാക്കി വായനാ ഭാഗങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത്. കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ വലിയ ഒരു ചോദ്യം പരിഹാസികളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നു. സഭ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രചരണങ്ങളും പരിഹാസദ്യോതകമായ ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. പള്ളികൾ അടച്ചുപൂട്ടിയിരിക്കുന്നു, ധ്യാന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയിരിക്കുന്നു, അവ മനുഷ്യർക്ക് പ്രയോജനമില്ലാത്തതാണ്, അവ ഇനി തുറക്കുന്നതെന്തിന്, ഇതൊന്നും മനുഷ്യന് പ്രയോജനമില്ലാത്തതാണെന്ന് മനസ്സിലായല്ലോ, ഇനിയെങ്കിലും ഈ മണ്ടത്തരം അവസാനിപ്പിച്ചുകൂടെ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഈ ട്രോളന്മാർ നിറയ്ക്കുന്നത്. ഈ നിരീശ്വരവാദികളും പരിഹാസികളും യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും സ്വതന്ത്ര സ്ത്രീ വിമോചന പ്രസ്ഥാനക്കാരുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയ്ക്കുമ്പോൾ അവർ വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ സഭ സമൂഹത്തിലേക്ക്, മനുഷ്യരിലേക്ക് ഇറങ്ങുന്നത് 4 ശാഖകളിലൂടെയാണ്. സഭയ്ക്ക് പള്ളികളുണ്ട്, സഭയ്ക്ക് ധ്യാന കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ അതോടൊപ്പം തന്നെ സഭയ്ക്ക് ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. അപ്പൊ സഭ സമൂഹത്തിന്റെ സർവ്വതല സ്പർശിയായിട്ട് ക്രിസ്തുവിന്റെ സുവിശേഷം മനുഷ്യന്റെ സമസ്ത മേഖലകളെയും സന്ധിക്കുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ ആളുകൾ വിസ്മരിച്ചു പോവുകയാണ്. സഭയുടെ പള്ളികൾ അടച്ചു കാണും, സഭയുടെ ധ്യാന കേന്ദ്രങ്ങൾ അടച്ചു കാണും, സഭയുടെ സ്കൂളുകളും കോളേജുകളും പോളിടെക്നിക്കുകളും മെഡിക്കൽ കോളേജുകൾ വരെയും അടച്ചു കാണും. പക്ഷേ സഭയുടെ ആശുപത്രികൾ ഇപ്പോഴും തുറന്നിരിക്കുകയാണ്. സഭയിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയ ക്രിസ്തു സന്ദേശത്താൽ പ്രചോദിതനായ ലക്ഷക്കണക്കിന് കന്യാസ്ത്രീകളും നേഴ്സുമാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ യുദ്ധമുന്നണിയിലുണ്ട്. സഭ പരാജയപ്പെട്ടിട്ടില്ല. ക്രിസ്തു തന്നെയാണ് ഇപ്പോഴും യുദ്ധമുന്നണിയിൽ നിൽക്കുന്നത്. മനുഷ്യന്റെ വിജയത്തിലേക്ക്, മനുഷ്യന്റെ മഹത്വീകരണത്തിലേക്ക് മനുഷ്യരാശിയെ നയിക്കുന്നത് ക്രിസ്തുവാണ്. വിമർശകരും പരിഹാസികളും കാണുന്നത് അൾത്താരയിലെ ക്രിസ്തുവിനെ മാത്രമാണ്. എന്നാൽ വഴിയരികിൽ കിടക്കുന്ന ക്രിസ്തുവുണ്ട്. മുറിവേൽക്കപ്പെട്ടവനായി, തകർന്നവനായി, നുറുങ്ങിയവനായി, രോഗിയായി കിടക്കുന്നു. ക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു ദൈവവും ഈ ലോകത്ത് പറഞ്ഞിട്ടില്ല ഞാൻ രോഗിയായിരുന്നു എന്ന്. രോഗഗ്രസ്തനോട്, രോഗാർത്ഥനോട്, മരണാസന്നനോട് തന്നെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന കർത്താവ്, തന്നെ തന്നെ അനുരൂപപ്പെടുത്തുന്ന, താതാത്മ്യപ്പെടുത്തുന്ന ക്രിസ്തുഭാവം ഓരോ പീഡിതനിലും, ഓരോ ദുഃഖിതനിലും, ഓരോ മരണാസന്നനിലും ക്രിസ്തുവിനെ കാണാൻ പഠിപ്പിക്കുന്നതാണ് സുവിശേഷം. അതുകൊണ്ടാണ് ലോകത്തെ നഴ്സിംഗ് മേഖലയിൽ ക്രിസ്ത്യാനിറ്റിയുടെ മെസ്സേജിനാലാണ് പ്രചോദിതരായിരിക്കുന്നത്. ആതുര ശുശ്രൂഷ സേവന രംഗം മുഴുവൻ തന്നെ യേശു കർത്താവ് പറഞ്ഞ ഒരൊറ്റ കഥയിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത്. അത് ലെനിന്റെയോ മാർക്സിന്റെയോ സ്റ്റാലിന്റെയോ ചൗഷസ്ക്യൂവിന്റെയോ ഒന്നും വാക്കുകളുടെ പ്രചോദനം കൊണ്ടല്ല, ഒരു തത്വചിന്തകന്റെയും വാക്കുകളുടെ പ്രചോദനം കൊണ്ടല്ല, ഒരു യുക്തിവാദിയുടെയും വാക്കിന്റെ പ്രചോദനം കൊണ്ടല്ല, മറിച്ച് ക്രിസ്തു പറഞ്ഞ ഒരു കഥയുടെ പ്രചോദനം കൊണ്ടാണ് ഈ രോഗികളെ മുഴുവൻ സന്ദർശിക്കാൻ സ്വന്തം ജീവനെ തൃണവൽഗണിച്ചുകൊണ്ട് ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ നിന്ന് ട്രെയിനിങ് നേടിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഈ ആതുര ശുശ്രൂഷ രംഗത്ത് നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷം പരാജയപ്പെട്ടിട്ടില്ല, ക്രിസ്തുവിന്റെ സഭ പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങൾ നോക്കുമ്പോൾ പള്ളികൾ അടഞ്ഞു കിടക്കുന്നതായി കാണാം, സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്നതായി കാണാം, ധ്യാന കേന്ദ്രങ്ങൾ അടഞ്ഞു കിടക്കുന്നതായി കാണാം. പക്ഷേ ക്രിസ്തുവിന്റെ സുവിശേഷം ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. ക്രിസ്തു ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു, പകലുള്ളിടത്തോളം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ക്രിസ്തു സന്നിഹിതനാണ്. ക്രൈസ്റ്റ് ഈസ് നോട്ട് ആബ്സെന്റ്, ക്രൈസ്റ്റ് ഈസ് വെരി പ്രസന്റ് ദയർ. ഓരോ മുറിവേറ്റവന്റെയും അരികിൽ ഔഷധ പാത്രവുമായി ക്രിസ്തു നിൽക്കുന്നുണ്ട്. മുറിവേൽക്കപ്പെട്ടവനും ശുശ്രൂഷിക്കുന്നവനും ക്രിസ്തു ആകുന്നു എന്നുള്ള ഏറ്റവും വലിയ കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതാണ് ക്രിസ്ത്യാനിറ്റി, ഈസ്റ്റേൺ തിയോളജിയിലെ യൂണിയൻ എന്ന സങ്കല്പം. ഇവിടെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയല്ല, മാറ്റുകയല്ല. സൗഖ്യമുള്ളവനും
സൗഖ്യമില്ലാത്തവനും ശുശ്രൂഷിക്കുന്നവനും ശുശ്രൂഷിക്കപ്പെടുന്നവനും എന്ന് രണ്ട് കാറ്റഗറി ഇല്ല. ഇതാ ശുശ്രൂഷിക്കപ്പെടുന്നവനും ക്രിസ്തുവാണ്, മുറിവ് വെച്ച് കെട്ടുന്നവനും ക്രിസ്തുവാണ്. അവർ രണ്ടുപേരിലും ക്രിസ്തുവാണ്. പിതാവേ, ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്നത് പോലെ ഇവർ നമ്മിലും വസിക്കണമെന്നുള്ള ക്രിസ്തുവചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ കൊറോണ എന്ന മഹാമാരിയുടെ മുമ്പിൽ മനുഷ്യവർഗം പകച്ചു നിൽക്കുമ്പോഴും ക്രിസ്തുവിന്റെ സുവിശേഷം തന്നെയാണ്, ക്രിസ്തുവിന്റെ സഭ തന്നെയാണ് വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് എന്ന് പ്രിയപ്പെട്ട നിരീശ്വരവാദ സുഹൃത്തുക്കളും യുക്തിവാദ സുഹൃത്തുക്കളും പരിഹാസികളും മനസ്സിലാക്കണം. അവർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പള്ളികൾ അടച്ചല്ലോ, ധ്യാനകേന്ദ്രങ്ങൾ അടച്ചല്ലോ, ഇനി എന്തിനത് തുറക്കണമെന്ന് ചോദിച്ചാൽ ഒപ്പം സ്കൂളുകളും അടച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെയും ഇതര അപ്പോസ്തോലിക സഭകളുടെയും മേൽനോട്ടത്തിൽ നടത്തുന്ന 10,000-കണക്കിന് സ്കൂളുകൾ അടച്ചിരിക്കുകയാണ്. ഒറ്റ ചോദ്യം, അത് തുറക്കണ്ടേ? ഇതെല്ലാം ഒരുമിച്ചാണ് സഭ കാണുന്നത്. മനുഷ്യന്റെ എല്ലാ മേഖലകളെയും ഒരുമിച്ചാണ് കാണുന്നത്. അതുകൊണ്ട് പരിഹാസം അവസാനിപ്പിക്കുക, യാഥാർത്ഥ്യത്തിന്റെ നേരെ കണ്ണുക തുറക്കുക. ക്രിസ്തുവിന്റെ സുവിശേഷം ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നെങ്കിൽ, ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നെങ്കിൽ ലോകത്തിന്റെ ചിത്രം വളരെ ദയനീയമായേനെ. ഇവിടെ ആശ്വാസം ക്രിസ്തുവിന്റെ സുവിശേഷം തന്നെയാണ്. അതുകൊണ്ട് കൈൻഡ്ലി റിഫ്രൈൻ ഫ്രം മോക്കിംഗ്, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നത്തെ വായനാ ഭാഗത്തിലേക്ക് പോവുകയാണ്. പരിഹാസം കൂടി വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കേണ്ടത് വന്നിട്ട്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 46 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 46 വരെ. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായകൊണ്ട് അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ടു പോയി. അവർ പോകുന്നത് പലരും കണ്ട് അറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി. അവർക്ക് മുന്നമേ എത്തി. അവർ പടകിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകെ കൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. പിന്നെ നേരം നന്നേ വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന്, ഇത് നിർജ്ജന പ്രദേശം ആകുന്നു, നേരവും വല്ലാതെ വൈകിയിരിക്കുന്നു, ഭക്ഷിപ്പാനില്ലാകിയാൽ അവർ ചുറ്റുമുള്ള കുടികളിൽ നിന്നും വല്ലതും വാങ്ങി ഭക്ഷിക്കേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടുവരട്ടെ, അവർക്ക് തിന്നാൻ കൊടുക്കട്ടെ എന്ന് അവനോട് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5, 2 ചെറുമീനും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തിയായി ഇരുത്തുവീൻ എന്ന് കൽപ്പിച്ചു. അവർ 100ഉം 50ഉം വീതം നിരനിരയായിരുന്നു. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി കഷ്ണങ്ങളും മീൻ നുറുക്കും 12 കൊട്ടം നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാരായിരുന്നു. 4 സുവിശേഷങ്ങളിലും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിന്റെ അത്ഭുതമാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത്. സുവിശേഷ പ്രിയരായ ആളുകൾക്ക് എത്ര പ്രാവശ്യം കേട്ടാലും എത്ര പ്രാവശ്യം വായിച്ചാലും മതി വരാത്ത സുവിശേഷ സന്ദേശം, കർത്താവിന്റെ അപ്പം വർദ്ധിപ്പിക്കുന്ന ആ അത്ഭുതം. നമ്മൾ കഴിഞ്ഞ ദിവസവും അത് ചിന്തിച്ചതാണ്. ജനം പന്തിയായിരുന്നു തങ്ങളെ തന്നെ ക്രമീകരിച്ചു കർത്താവിന്റെ അത്ഭുതത്തിന് വേണ്ടി. കർത്താവ് ഇടയനില്ലാത്ത ആടുകളെ കാണുമ്പോൾ മനസ്സലിയുന്നു. നിങ്ങൾക്ക് നേതൃത്വം നഷ്ടപ്പെട്ടോ? നിങ്ങൾക്കൊരു സ്വരം കേൾക്കാൻ, നിങ്ങളൊരു പ്രത്യാശയുടെ വാക്ക്, ആശ്വാസത്തിന്റെ വാക്ക്, ധൈര്യപ്പെടുത്തുന്ന വാക്ക്, നിങ്ങൾ പ്രതീക്ഷിച്ച നേതൃത്വത്തെ ഇന്ന് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇടയന്മാർ അപ്രത്യക്ഷമാകുമ്പോൾ കർത്താവ് അവിടെ പ്രത്യക്ഷനാകും. ഇടയന്മാരില്ലാത്ത ജനത്തെ കണ്ടപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞു. നിങ്ങളുടെ ഇടയനെ നിങ്ങൾ ലോസ്റ്റ് ചെയ്തെങ്കിൽ നിശ്ചയമായും കർത്താവിന്റെ സാന്ത്വന കരം നിങ്ങളെ തേടിയെത്തും. അവന്റെ ഇമ്പസ്വരം നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കേൾക്കുവാൻ കഴിയും. നിങ്ങളെ തന്നെ ക്രമീകരിക്കുക. ജനം പന്തിയായി ഇരുന്നപ്പോൾ അവിടെ അപ്പം വർദ്ധിച്ചു, അത്ഭുതം സംഭവിച്ചു. അടുത്ത നമ്മൾ കാണുന്ന കർത്താവ് വെള്ളത്തിന്റെ മീതെ നടക്കുന്നത് ആണ്. പ്രകൃതി ശക്തികൾക്ക് അതീതനാണ് താനെന്ന് കർത്താവ് തെളിയിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബെത്സയിദയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ച് വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലും ആയിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്ന അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു. അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അപ്പം ഇതാണ് കർത്താവ് നടന്ന്
അവരുടെ അടുക്കിലേക്ക് വരികയാണ്. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോവുക. ഈ കർത്താവിൻ്റെ ഉപദേശങ്ങൾ പലപ്പോഴും വാക്കുകളിലൂടെ മാത്രമല്ല, പ്രവൃത്തികളിലൂടെയും അവൻ ഉപദേശിച്ചിരുന്നു. കർത്താവ് അവരോട് പറയാണ്, നിങ്ങൾ നേരെ ബെത്സയിലേക്ക് പോവുക. ഒരു തടാകമാണ്, ഒരു കടലാണ്. ആ കടലിലൂടെ ഒരു ബോട്ടിൽ, ഒരു പടകിൽ അവർ യാത്ര ചെയ്യുകയാണ്. ഇത് ഈ ലോകത്തിന്റെ ചിത്രമാണ്. പ്രക്ഷുബ്ധമാകാവുന്ന കടൽ, ബോട്ടിനെ മുക്കിക്കളയാവുന്ന കടൽ. ആ കടലിൽ ഒരു വഞ്ചിയിൽ ഇവർ അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ്. നമ്മൾ പലപ്പോഴും പറയും, നമ്മുടെ ജീവിതത്തിന്റെ ചിത്രമാണത്. ലോകമാകുന്ന വാരിധിയിലൂടെ മനുഷ്യവർഗം അക്കരയിലേക്ക്, ശാന്തതയുടെ തുറമുഖത്തേക്ക്, നിത്യജീവന്റെ തുറമുഖത്തേക്ക്, അമരത്വത്തെ തേടിയുള്ള യാത്രയിൽ യേശു കർത്താവ് എന്ത് ചെയ്യാണ്? അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പടക്, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നു. പടക്, ഈ സൂര്യന്റെ രശ്മികൾ ഈ തടാകത്തിൽ സ്വർണത്തെ ചാലിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ മനോഹരമായ ചിത്രം കാണുക. ശിഷ്യന്മാർ വളരെ സന്തോഷത്തോടുകൂടെ ഈ പടകിൽ യാത്രയാകുന്നു. യേശു കർത്താവ് ഒരു മലയുടെ മുകളിലേക്ക് പോയി. ആ മലയുടെ മുകളിൽ ഇരിക്കുന്നു. മലയുടെ മുകളിൽ ഇരിക്കുമ്പോൾ കർത്താവിന് ഈ തടാകം മുഴുവൻ കാണാം. കർത്താവിന്റെ കണ്ണ് കൃത്യം ആ പടകിലാണ്. കർത്താവ് മലയുടെ മുകളിലാണ്. ഇത് നമ്മുടെ സഭയുടെ ചിത്രമാണ്. കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. സഭ ആകുന്ന നൗക ഈ ലോകവാരിധിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രക്ഷുബ്ധമായേക്കാം, പ്രതികൂലങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അതൊരിക്കലും താണു പോകുവാൻ, മുങ്ങിപ്പോകുവാൻ കർത്താവ് സമ്മതിക്കുന്നില്ല. കാരണം മലയുടെ മുകളിലിരിക്കുന്ന കർത്താവിന്റെ കണ്ണ് ഈ ശിഷ്യന്മാരുടെ പടകിൽ പതിഞ്ഞിരിക്കുന്നത് പോലെ സ്വർഗത്തിൽ പിതാവിന്റെ മഹത്വത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന മശിഹായുടെ കണ്ണുകൾ തന്റെ സഭയാകുന്ന നൗകയുടെ മേൽ പതിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സഭ പരിഹസിക്കപ്പെട്ടാലും, നിന്ദിക്കപ്പെട്ടാലും, ഉപദ്രവിക്കപ്പെട്ടാലും അത് മുങ്ങിപ്പോകുവാൻ അനുവദിക്കാതെ ഏറ്റവും കട്ടപിടിച്ച ഇരുട്ടിന്റെ സമയത്ത് കർത്താവ് ആ പടകിനടുത്തേക്ക് വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരികയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ സാമീപ്യം സഭയുടെ അരികിലേക്ക് എപ്പോഴും വരികയാണ്. കാരണം നാം അവന്റെ ജനവും അവന്റെ കൈക്കീഴിലെ ആടുകളും ആകുന്നു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വായന. അവിടെ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ വായന ആവർത്തന പുസ്തകം 31 അധ്യായം 16 മുതൽ 23 വരെയുള്ള ഭാഗങ്ങളാണ്. ആവർത്തന പുസ്തകം 31 അധ്യായം, ആവർത്തന പുസ്തകം 31 അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും. എന്നാൽ ഈ ജനം പാർപ്പാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യദൈവങ്ങളുടെ പിൻചെന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ച് അവരോട് ചെയ്തിട്ടുള്ള എന്റെ നിയമം ലംഘിക്കുകയും ചെയ്യും. എന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എന്റെ മുഖം അവർക്ക് നേരെ മറയ്ക്കുകയും ചെയ്യും. അവർ നാശത്തിനിരയായി തീരും. അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായക കൊണ്ടല്ലയോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചതെന്ന് അവർ അന്ന് പറയും. എങ്കിലും അവർ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞു ചെയ്തിട്ടുള്ള സകല ദോഷവും നിമിത്തം ഞാൻ അന്ന് എന്റെ മുഖം മറച്ചു കളയും. ആകയാൽ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കാം. ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അത് അവർക്ക് വായ്പാഠമാക്കി കൊടുക്കുക. ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെ എത്തിച്ച ശേഷം അവർ തൃപ്തരായി തടിച്ചിരിക്കുമ്പോൾ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവയെ സേവിക്കുകയും എന്റെ നിയമം ലംഘിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കുമ്പോൾ അവരുടെ സന്തതിയുടെ വായിൽ നിന്ന് മറന്നുപോകാത്ത ഈ പാട്ട് അവരുടെ നേരെ സാക്ഷ്യം പറയും. ഞാൻ സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കും മുമ്പേ ഇന്ന് തന്നെ അവർക്കുള്ള നിരൂപണങ്ങളെ ഞാൻ അറിയുന്നു. ആകയാൽ മോശ അന്ന് തന്നെ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു. പിന്നെ അവൻ നൂന്റെ മകനായ യോശുവയോടും ബലവും ധൈര്യവുമുള്ളവനായിരിക്കാൻ ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് അരുളി ചെയ്തു. ഇവിടെ ദൈവം തന്റെ സാന്നിധ്യത്തെ ഉറപ്പു കൊടുക്കുകയാണ് നൂന്റെ മകനായ യോശുവയ്ക്ക്. ആ സാന്നിധ്യത്തെ ഉറപ്പു കൊടുക്കുമ്പോൾ തന്നെ ദൈവം പറയാണ് ഒരു വലിയ വിശ്വാസത്യാഗം നെക്സ്റ്റ് ജനറേഷനിൽ ഉണ്ടാകും. അപ്പൊ ഈ കാലഘട്ടത്തിൽ കർത്താവിനെ പരിഹസിക്കുന്നവരും ദൈവത്തെ പരിഹസിക്കുന്നവരും ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നവരും ഒക്കെ എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഇപ്പോൾ ദൈവം നമ്മളെ മറന്നു കളഞ്ഞിട്ടില്ല. ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് എന്ന് അവർ അന്ന് പറയും. കാരണം ഞാൻ ഇന്നേ
ഫ്യൂച്ചർ ജനറേഷന്റെ മൈൻഡ് സെറ്റിനെ അറിയുന്നു എന്ന് കർത്താവ് പറയുകയാണ്. ഇന്നും പലരും ചോദിക്കുന്നുണ്ട്, ഈ അനർത്ഥം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, രോഗം വരുമ്പോൾ, മഹാമാരികൾ വരുമ്പോൾ, പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ, പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, തിരിച്ചടികൾ നേരിടുമ്പോൾ, വേർ ഈസ് ഗോഡ് വെൻ ഇറ്റ് ഹർട്ട്സ്? ഹി സ്റ്റിൽ ഇൻ കൺട്രോൾ. ദാറ്റ്സ് ദ ആൻസർ. കർത്താവ് ഇപ്പോഴുമുണ്ട്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കർത്താവ് അത് പറഞ്ഞത്. ഫ്യൂച്ചറിൽ അത് സംഭവിക്കും എന്ന് കർത്താവ് പറയാണ്. പക്ഷെ അപ്പോഴും കർത്താവിന്റെ ലവിങ് കൈൻഡ്നസ്, കർത്താവ് യോശുവോട് പറയാണ്, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. കർത്താവിനെ അറിയുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്, അവരോടൊപ്പം കർത്താവ് വർക്ക് ചെയ്യുന്നുണ്ട്. കർത്താവിനെ അറിയാത്തവരും എതിർക്കുന്നവരും മല്ലടിക്കുന്നവരും മത്സരിക്കുന്നവരും അങ്ങനെയുള്ള ആളുകളോടുകൂടെയും കർത്താവുണ്ട്. പക്ഷെ അവർ കർത്താവിനെ അറിയുന്നില്ല എന്ന് മാത്രമാണ് വ്യത്യാസം. 2 ശമൂവേൽ 19 24 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളാണ് രണ്ടാമത് നമ്മൾ വായിക്കുന്നത്. 2 ശമൂവേൽ 19 24 മുതൽ 30 വരെ. ശൗലിന്റെ മകനായ മെഫീബോശത്തും രാജാവിനെ എതിരേൽപ്പാൻ വന്നു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ടോ, ശൗലിന്റെ മകനായ മെഫീബോശത്ത്. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ആഴ്ച മെഫീബോശത്തിനെ പറ്റി വളരെ വിശദമായി ചിന്തിച്ചതാണ്. മെഫീബോശത്ത് ആരുടെ മകനാണ്? ശൗലിന്റെ മകനായ യോനാഥന്റെ മകനാണ് മെഫീബോശത്ത്. പക്ഷെ ഇവിടെ എഴുതിയ ശൗലിന്റെ മകനായ. ബൈബിളിൽ അങ്ങനെ പലപ്പോഴും അങ്ങനെ എഴുതാറുണ്ട്. ഇതൊന്നും കൃത്യമായ കാര്യങ്ങളല്ല എഴുതുന്നത്. കാരണം അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മളപ്പോൾ ആ കൾച്ചർ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. യേശുവിന്റെ സഹോദരന്മാർ എന്ന് കാണുമ്പോഴേ അത് മറിയത്തിന്റെ മക്കളാണെന്ന് നിർബന്ധപൂർവ്വം ശടിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. തൊട്ടു പറയുന്ന നമ്മൾ പറയും മെഫീബോശത്തിന്റെ മകനാണ് യോനാഥൻ. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുകയാണ് ശൗലിന്റെ മകനാണ്. പക്ഷെ ഇത് രണ്ടും അർത്ഥത്തിലൊന്നാണ്. ശൗലിന്റെ മകനാണ് മെഫീബോശത്ത്, മകന്റെ മകനാണ്. അബ്രഹാമിന്റെ സഹോദരനാണ് ലോത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അബ്രഹാമിന്റെ സഹോദരപുത്രനാണ് ലോത്ത്. അപ്പോൾ ബൈബിളിലെ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള പരാമർശങ്ങൾ വരുമ്പോൾ എബ്രായരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിപുലമായ അർത്ഥം, ഓരോ ബന്ധങ്ങളെയും നിർവചിക്കുമ്പോഴുള്ള വിപുലമായ അർത്ഥം, മകൻ എന്ന് പറയുമ്പോഴും സഹോദരൻ എന്ന് പറയുമ്പോഴും മാതുലൻ എന്ന് പറയുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ആ ബന്ധങ്ങളുടെ നിർവചനത്തിലുള്ള വിശാലതയെ ഗ്രഹിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെടുന്നവരാണ് തെറ്റായ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ട് ദൈവദൂഷണം പ്രചരിപ്പിക്കാൻ തക്കവണ്ണം സംഗതിയായി തീരുന്നത്. ആ കാര്യം നിങ്ങൾ മനസ്സിൽ ഓർമ്മിക്കുക. ഇവിടെ നമ്മൾ മെഫീബോശത്തിന്റെ അനുബന്ധ സംഭവങ്ങളിലേക്ക് വരികയാണ്. മെഫീബോശത്തിനെ നമുക്കറിയാം. അവൻ ജനിച്ചപ്പോൾ എടുത്തോണ്ട് പോകുമായിരുന്നു. അവൻ താഴെ വീണു, അവന്റെ കാൽ രണ്ടും ഒടിഞ്ഞുപോയി. തന്റേതല്ലാത്ത കുറ്റം കൊണ്ട് മുടന്തനായി തീർന്ന മെഫീബോശത്തിനോട് കൊല്ലപ്പെടേണ്ടവനായിരുന്നിട്ടും ശൗലിന്റെ ഗൃഹത്തിൽപ്പെട്ടവനായിരുന്നിട്ടും ദാവീദ് കരുണ കാണിക്കുകയും അവനെ തന്റെ തീന്മേശയിൽ കൊണ്ട് ഇരുത്തുകയും തന്നോടുകൂടെ ഭക്ഷണം കഴിക്കാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. ഗ്രേസ് ഓഫ് കിങ്, രാജാവിന്റെ കൃപ അവന്റെ മേൽ വന്നു. ഒരിക്കലും അർഹതയില്ലാത്ത ആ മേശയിൽ അവൻ ഇരുന്നു. നമ്മെയും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെയും കൃപയാൽ അവൻ ഉയർപ്പിച്ചു. അവനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി. Now we are seated with Christ in heavenly realms, just like Mephibosheth sat with David at his dinner table. അവന്റെ ആ തീന്മേശയിൽ മെഫീബോശത്ത് ഇരുന്ന പോലെ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ മെഫീബോശത്ത്, അത് കഴിഞ്ഞ് രാജാവ് ഒരു യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ ജയിക്കുമോ, തിരിച്ചു വരുമോ, മരിച്ചു പോകുമോ, ഇതൊന്നും അറിയത്തില്ല. അൺസർട്ടനിറ്റിയാണ്. രാജാവ് തലസ്ഥാനം വിട്ട്, രാജധാനി വിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. രാജാവ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ എല്ലാവരും രാജാവിനെ എതിരേക്കാൻ ചെന്നു. മെഫീബോശത്തും ചെന്നു. ആ രംഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഒന്ന് 2 ശമൂവേൽ 19 24 മുതൽ. ശൗലിന്റെ മകനായ മെഫീബോശത്തും രാജാവിനെ എതിരേൽപ്പാൻ ചെന്നു. രാജാവ് പോയ ദിവസം മുതൽ സമാധാനത്തോടെ മടങ്ങി വന്ന ദിവസം വരെ അവൻ തന്റെ കാലിന് രക്ഷ ചെയ്യുകയോ താടി ഒതുക്കുകയോ വസ്ത്രം അലക്കിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ അവൻ രാജാവിനെ എതിരേൽപ്പാൻ യെരൂശലേമിൽ നിന്ന് വന്നപ്പോൾ രാജാവ് അവനോട്, മെഫീബോശത്തെ, നീ എന്നോടുകൂടെ വരാതിരുന്നത് എന്തെന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, യജമാനായ രാജാവേ, എന്റെ ഭൃത്യൻ എന്നെ ചതിച്ചു. കഴുതപ്പുറത്ത് കയറി രാജാവിനോടുകൂടെ പോകേണ്ടതിന് കോപ്പിടണമെന്ന് അടിയൻ പറഞ്ഞു. അടിയൻ മുടന്തനല്ലോ. അവൻ യജമാനായ രാജാവിനോട് അടിയനെ കൊണ്ട് നുണയും പറഞ്ഞു. എങ്കിലും യജമാനായ രാജാവ് ദൈവദൂതന് തുല്യനാകുന്നു. തിരുമനസ്സിലെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. യജമാനായ രാജാവിന്റെ മുമ്പാകെ അടിയന്റെ പിതൃഭവനമൊക്കെയും മരണയോഗ്യരായിരുന്നു. എങ്കിലും അടിയനെ അവിടുത്തെ മേശയെങ്കിൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി. രാജാവിനോട്
ആവലാതി പറയുവാൻ അടിയൻ ഇനി എന്താണ് അവകാശമുള്ളത്? രാജാവ് അവനോട്, നീ നിന്റെ കാര്യം ഇനി അധികം പറയുന്നത് എന്തിന്? നീയും സീബയും നിലം പകുതെടുത്തുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മെഫീബോശത്ത് രാജാവിനോട്, അല്ല, അവൻ തന്നെ മുഴുവൻ എടുത്തുകൊള്ളട്ടെ, യജമാനായ രാജാവ് സമാധാനത്തോടെ അരമനയിൽ എത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇത് സീബ എന്ന് പറയുന്ന ആള് ഈ മെഫീബോശത്തിന്റെ ബാല്യക്കാരനാണ്, ഈ സെർവൻ്റാണ്. അത് തൊട്ട് പുറകെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചപ്പോൾ സീബ ഉണ്ടായിരുന്നു. സീബയാണ് അവനെ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. രാജാവിന് യുദ്ധത്തിന് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ സീബ മെഫീബോശത്തിനെ പറ്റി അപവാദം പറഞ്ഞു രാജാവിനോട്. കുറേ നുണയൊക്കെ പറഞ്ഞു, കുറച്ച് വെൽഡിങ് വർക്കുകളൊക്കെ അവിടെ ചെയ്തു. അതായത് കൂട്ടിപ്പിടിപ്പിക്കുക എന്നുള്ള നാടൻ പ്രയോഗമാണ്. അപ്പോൾ അതൊക്കെ അവിടെ ചെയ്തു കഴിഞ്ഞപ്പോൾ രാജാവ് മെഫീബോശത്തിനെ കണ്ടു. മെഫീബോശത്തിന്റെ ഗ്രൗണ്ടെല്ലാം പോയി, ഒരുപാട് നുണ പറഞ്ഞു. സത്യത്തിൽ മെഫീബോശത്ത് രാജാവ് പോയപ്പോൾ മുതൽ ദുഃഖിച്ചിരിക്കുകയാണ്. താടി ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ കാലിന് രക്ഷ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ട്രൂലി കർത്താവിനെ കാത്തിരിക്കുകയാണ്. കർത്താവ് പോയി, കർത്താവിന്റെ വരവ് വരെയും സഭാപിതാക്കന്മാർ, ഓർത്തഡോക്സ് പിതാക്കന്മാർ, ഡെസേർട്ട് ഫാദേഴ്സ്, താപസ ശ്രേഷ്ഠന്മാർ, അവരൊക്കെ എങ്ങനെയാണ്? ദുഃഖിതന്മാർ തലവനായ ബർസോമയും ശമോന്റെ സ്തുനിയും അവരൊക്കെ പ്രാർത്ഥനയിലും വലിയ വിലാപത്തിലും ദുഃഖത്തിലും കണ്ണുനീരിലും എല്ലാം കഴിച്ചുകൂട്ടുക. ദാവീദിനെ കാത്തിരിക്കുന്ന മെഫീബോശത്തിന്റെ മൈൻഡ് സെറ്റാണ് നമ്മളവിടെ കാണുന്നത്. പക്ഷെ ദാവീദ് വന്നപ്പോൾ ഈ സീബയുടെ നോട്ടം മുഴുവൻ വസ്തുക്കളിലാണ്. കെട്ടിടം, വസ്തു, സമ്പത്ത്. അപ്പൊ ഇത് അടിച്ചെടുക്കണമെന്നുള്ളതാണ്. അല്ല, രാജാവിനോടും വലിയ കൂറൊന്നുമില്ല, മെഫീബോശത്തിനോടും കൂറില്ല. അപ്പൊ ഇതെങ്ങനെ അടിച്ചെടുക്കാമെന്നുള്ളതാണ്. നുണ പറയുക. നുണ കൊണ്ടുള്ള വെൽഡിങ് വർക്കുകൾ നടത്തി അവസാനം സ്വത്ത് മുഴുവൻ അവന്റെ കയ്യിലാണ്. അപ്പോൾ മെഫീബോശത്തിന് രാജാവ് ഒരു ഔദാര്യം കൊടുത്തു. ഒരു കാര്യം ചെയ്യും, മെഫീബോശത്തിന്റെ ആ മുഴുവൻ സ്വത്തും ഫ്രം ദ ബിഗിനിങ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച മെഫീബോശത്തിന് കിട്ടിയതാണ്. അപ്പം മെഫീബോശത്തിനോട് രാജാവ് പറയാം, എന്നാൽ മെഫീബോശത്ത് ഒരു കാര്യം ചെയ്യും, പപ്പാതി എടുത്തു, നീ പകുതി എടുത്തു, പകുതി സീബായിക്കും കൊടുത്തു, ഇനി വഴക്ക് വേണ്ടല്ലോ, നിങ്ങൾ കൃത്യം ഭാഗം വെച്ചങ്ങ്. അപ്പം മെഫീബോശത്ത് പറയാം, ഇല്ല, സീബ മുഴുവൻ എടുത്തോട്ടെ. എനിക്ക് യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന സ്ഥലത്ത് രാജാവിനോട് കരുണ കാണിച്ചു. നിന്റെ ആ കരുണയും കൃപയും മതി എനിക്ക്, സ്വത്തുക്കളൊന്നും എനിക്ക് വേണ്ടതെല്ലാം സീബയ്ക്ക് കൊടുത്തേക്കാൻ പറയുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. യെശയ്യാപ്രവചനം 41:8 മുതൽ 17 വരെ ഉള്ള ഭാഗങ്ങളാണ് അടുത്തത്. യെശയ്യാപ്രവചനം 41:8 മുതൽ 17 വരെ. അതായത് സ്വത്തിനോട് ഉള്ള ഒരു മനോഭാവം, അത് നമ്മുടെ സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് നമ്മൾ മാറപ്രേമിൻ്റെയും മിമ്രായിലും ഒക്കെ പാടുന്നത്, കൊല്ലും നഞ്ചിവയായുള്ള വെള്ളിയും പൊന്നും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കുക, 40 നാൾ ഉപവസിക്കുക, വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കുക. അല്ലേ, മോശയും ഏലിയാവും 40 നാൾ ഉപവസിച്ചു, നമ്മുടെ കർത്താവും ഉപവസിച്ചു, അകൽക്കറുസായി അവർ ജയിച്ചു. അതുപോലെ ജയത്തിലേക്ക് നമ്മൾ പോകുവാൻ ഉപവാസത്താലാണ് മുന്നോട്ട് പോകേണ്ട ആ രീതിയിലുള്ള. അപ്പം നമ്മൾ എങ്ങനെയാണ് ഹൗ ടു ഹാൻഡിൽ യുവർ മണി ആൻഡ് വാട്ട് ഷുഡ് ബി യുവർ ആറ്റിറ്റ്യൂഡ് ടു യുവർ വെൽത്ത്, സമ്പത്തിനോടുള്ള ഒരു മനോഭാവം, അതാണ് നമ്മളവിടെ കാണും. മെഫീബോശത്തിന്റെ ഒരു ഗുഡ് എക്സാമ്പിൾ നമുക്കിന്ന് വായനയ്ക്കായിട്ട് എടുത്തു തന്നാണ്. 41-ാം അധ്യായം യെശയ്യാപ്രവചനം 8 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ചമ്പരന്നു പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ലതാണ്. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈപിടിച്ചു, നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു.
നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളത് പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെയാക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. എളിയവരും ദരിദ്രരുമായവർ വെള്ളം തെരഞ്ഞു നടക്കുന്നു. ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നിന്ന് നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലങ്ങളെ നീരുറവുകളും ആക്കും. വാട്ട് എ ഗ്രേറ്റ് പ്രോമിസ്. അപ്പൊ ആ ടെക്സ്റ്റിനകത്ത് എത്ര പ്രാവശ്യമാണ് ദൈവം ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. ഇന്ന് ഈ ടെക്സ്റ്റ് നിങ്ങൾ നോക്ക്, യെശയ്യാ 41:8 മുതൽ 17 വരെയാണ്. സെവറൽ ടൈംസ് ആണ് പറയുന്നത് ഫിയർ നോട്ട്, ഫിയർ നോട്ട്, ഫിയർ നോട്ട്, ഫിയർ നോട്ട്, ഫിയർ നോട്ട്, ഫിയർ നോട്ട്, ഫിയർ നോട്ട്. ഹോൾ ബൈബിൾ നമ്മൾ സെർച്ച് ചെയ്ത 400 പ്രാവശ്യമാണ് ദൈവം മനുഷ്യരോട് പറയുന്നത് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. എന്താണ് കാരണം? ഐ ആം യുവർ ഗോഡ്. ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ ബലപ്പെടുത്തും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ ഞാൻ ആ കൂടെ നടക്കും. നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ അതേ കൂടെ ഞാൻ നടക്കും. നീ സിംഹങ്ങളുടെ മുമ്പിൽ എറിയപ്പെട്ടാൽ ഞാൻ അവയുടെ വായെ അടച്ചു കളയും. ദൈവത്തിന്റെ പ്രോമിസാണ്. നിന്റെ ശത്രുക്കളെ ഞാൻ ചിതറിച്ചു കളയും. നീ ലജ്ജിച്ചു പോകുവാൻ സംഗതിയാകുകയില്ല. നീ ദാഹിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പാഴ്മലകളിൽ നിന്ന് ഉറവകളെ തുറന്നും മരുഭൂമികളെ ഞാൻ ഉദ്യാനമാക്കി മാറ്റും. ഉദ്യാനം വനമായി മാറും. അപ്പൊ ദൈവത്തിന്റെ ആ കാരുണ്യം നോക്ക, മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കാരുണ്യം. നമുക്കെതിരായി പ്രവർത്തിക്കുന്നതിനെ, നമുക്കെതിരായി വരുന്നതിനെ ദൈവം നമ്മെ കരുണയോടെ നോക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ തെറ്റായ സുവിശേഷത്തെ കാണുന്നത്. മനുഷ്യവർഗത്തെ തകർക്കുന്ന, മനുഷ്യവർഗത്തെ നശിപ്പിക്കുന്ന, ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് പലരും ചിത്രീകരിക്കുന്നത്. എന്നാൽ മനുഷ്യവർഗത്തോട് ആഭിമുഖ്യമുള്ള, മനുഷ്യവർഗത്തോട് മനസ്സലിവുള്ള, പ്രീതിയുള്ള ഒരു ദൈവത്തെയാണ് യഥാർത്ഥ സുവിശേഷം നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു സുവിശേഷത്തിന്റെ രത്നച്ചുരുക്കം പറയുമ്പോൾ ഈ എളിയവരിൽ ഒരുവന് ചെയ്യുന്നതൊക്കെയും എനിക്കാണ് ചെയ്തത്, ഇറസ്പെക്ടർ ഓഫ് their faith or belonging or belief system. കർത്താവ് മുഖപക്ഷമില്ലാതെയാണ് പറയുന്നത്. എളിയവരിൽ ഒരുത്തന് ആരായിരുന്നാലും, മുറിവേൽക്കപ്പെട്ട ഒരുവനുണ്ടെങ്കിൽ, പീഡിപ്പിക്കപ്പെടുന്ന ഒരുവനുണ്ടെങ്കിൽ, രോഗിയായ ഒരുവനുണ്ടെങ്കിൽ, തകർച്ച അനുഭവിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ, അവൻ ഏത് മതത്തിൽപ്പെട്ടതോ, ഏത് രാജ്യക്കാരനോ, ഏത് വിശ്വാസത്തിലോ, ഇതൊന്നും നോക്കാതെ കർത്താവ് പറയുകയാണ്. കർത്താവ് തന്നെ അവനോട് ഐഡന്റിഫൈ ചെയ്യുകയാണ്. ബിക്കോസ് God so loved the world. That is real God. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. ഇതാണ് തേജസ്സുള്ള സുവിശേഷം. ഇതാണ് സത്യസുവിശേഷം. ഗ്ലോറിയസ് ഗോസ്പൽ അനുസരിച്ച് ക്രിസ്തു പരാജയപ്പെടുന്നില്ല. ക്രിസ്തു ആണ് യുദ്ധമുന്നണിയിൽ നിൽക്കുന്നത്. ക്രിസ്തു ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നുമില്ല. ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നുമില്ല. അവനാണ് ക്യാമ്പുകളിലും രോഗക്കിടക്കകളുടെ അരികിലും മരുന്ന് പാത്രവുമായിട്ട് നടന്നു നീങ്ങുന്ന ആളുകളെ നിങ്ങൾ കാണുമ്പോൾ ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ സുവിശേഷം പരാജയപ്പെടുന്നില്ല എന്നുള്ളതാണ്. അൾത്താരയിലെ ക്രിസ്തുവിനെ നിങ്ങളിപ്പോൾ കാണുന്നില്ലെങ്കിലും കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണാം. വഴിയരികിൽ മുറിവേറ്റ് കിടക്കുന്ന ക്രിസ്തുവിനെ കാണാം. അവന്റെ അരികിലേക്ക് വാഹനമൃഗവുമായി ചെല്ലുന്ന, മുറിവേറ്റ് കിടക്കുന്നവനെ താങ്ങിയെടുത്ത് ആ മൃഗത്തിന്റെ പുറത്ത് വെക്കുന്ന, ഔഷധപാത്രം തുറന്ന് ഔഷധം പകരുന്ന, മുറിവുകളിലേക്ക് എണ്ണയും വീഞ്ഞും പകരുന്ന, അവന് വേണ്ടി ചെലവിടുവാൻ പണം കൊടുക്കുന്ന, ഫണ്ടിങ്, ഹെൽപ്പ് ചെയ്യുന്ന ക്രിസ്തുവിനെ, ചാരിറ്റി ഫണ്ടിലേക്ക്, കൊറോണയെ പ്രതിരോധിക്കാനുള്ള ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണാം. ക്രിസ്തു പരാജയപ്പെടുന്നില്ല. അൾത്താരയിലെ മെഴുകുതിരിക്കാലുകളുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന അൾത്താരയിലെ ക്രിസ്തുവിനെ തൽക്കാലത്തേക്ക് അവധി കൊടുത്തിരിക്കുകയായിരിക്കും. പക്ഷേ ക്രിസ്തു ഇവിടെയുണ്ട്. ഹി ഈസ് വെരി പ്രസന്റ്. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ദ ഗേറ്റ്സ് ഓഫ് ഹെഡിസ് ഷാൽ നോട്ട് പ്രിവൈൽ അഗനിസ്റ്റ് ഇറ്റ്. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾക്ക്, കൊറോണ വൈറസിന്
മഹാമാരികൾക്ക് ഒന്നിനും നത്തിങ് ആബ്സല്യൂട്ട്ലി നത്തിങ് ക്യാൻ പ്രിവെയിൽ അഗൈൻസ്റ്റ് ഇറ്റ്. ഒരു ദുരാരോപണത്തിനും ദൂഷണത്തിനും ദുഷ്പ്രചരണത്തിനും പരിഹാസത്തിനും നിന്ദയ്ക്കും ക്രിസ്തുവിന്റെ സഭയെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിന്റെ സഭ തന്നെയാണ്, ക്രിസ്തുവിന്റെ സുവിശേഷം തന്നെയാണ് ഇപ്പോഴും ലോകത്ത് വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആകാശവും ഭൂമിയും കടന്നു പോയേക്കാം, എന്നാൽ എൻ്റെ വചനങ്ങൾ ഒരു നാളും അടുത്തത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 20-ാണ് 29 മുതൽ 38 വരെ. എന്ത് അത്ഭുതമാണ് നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം 29 മുതൽ 38 വരെ. അപ്പോസ്തല പ്രവൃത്തി 20-ാം 29 മുതൽ 38 വരെ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പി. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരോടും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളി. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോടുകൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് നമ്മുടെ കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. The farewell speech of Paul. പൗലോസിന്റെ എഫേസോസിലെ വിടവാങ്ങൽ പ്രസംഗമാണ് നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനി മേലാൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും അധികം ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. കപ്പലോളം അവനോടുകൂടെ ചെന്ന് അവനെ യാത്ര അയച്ചു. അങ്ങനെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സീനാണ് ബൈബിളിലെ. പൗലൂസ് 3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം എഫേസോസുകാരോട് യാത്ര പറഞ്ഞ് 4 പെട്ടി നിറയെ സാധനമായിട്ട് പോവാണ്. പെർഫ്യൂമും ഉടുപ്പും മൊബൈൽ ഫോണും ക്യാമറയും LCD പ്രൊജക്ടറും എല്ലാം മേടിച്ച് ഒരുപാട് ഡോളറും ദിർഹവും ദിനാറും എല്ലാം വിറ്റ് ആ 3 വർഷത്തിനിടയിൽ പൗലൂസ് പറയാം, ഞാൻ നിങ്ങളുടെ ഒന്നും മോഹിച്ചിട്ടില്ല. വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഒന്നും. ഞാൻ സ്വന്തമായിട്ട് വേല ചെയ്താണ് നിങ്ങളുടെ ഇടയിൽ പാർക്കുകയും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. ഞാൻ പലപ്പോഴും നിങ്ങളെ സഹായിക്കുകയും ചെയ്തു. കാരണം വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ശ്രേഷ്ഠം. ഇന്ന് നമ്മുടെ ഒരു കോൺസെപ്റ്റിൽ വാങ്ങുന്നവനാണ് ശ്രേഷ്ഠൻ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നവരാണ് ശ്രേഷ്ഠൻ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേഷ്ഠം എന്ന് യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുക. സമ്പത്തിനോടുള്ള മനോഭാവം ഒരു ക്രിസ്തീയ ശുശ്രൂഷകന്റെ എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരച്ചു കാണിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. 1 കൊരിന്ത്യർ 10-ാം 1 മുതൽ 13 വരെ. തിരുവെഴുത്തിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും ചില ആളുകൾ സൗകര്യപൂർവ്വം അവർക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ മാത്രമാണ് വായിക്കുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്ത്. ആ ഒരു ദുര്യോഗം നമുക്കുണ്ടാകാതിരിക്കാനാണ് സഭ ലെക്ഷണറി ക്രമീകരിച്ചിരിക്കുന്നത്, അഥവാ അനുദിന വേദവായന ഭാഗങ്ങൾ. ആർക്കും അവനവന് ഇഷ്ടമുള്ള ഭാഗം മാത്രം വായിച്ച് രസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ലെക്ഷണറി ഉള്ളത്, സഭയുടെ വേദവായനാ ക്രമം. എത്ര ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് ഇതറിയാമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ദയവായി നോയമ്പ് കഴിഞ്ഞാലും അനുദിന വേദവായന ഭാഗങ്ങൾ എടുത്തു വെച്ച് വായിക്കുക. എങ്കിൽ മാത്രമേ ആ കോൺസെപ്ച്വൽ ബൈബിൾ സ്റ്റഡി നിങ്ങൾക്ക് നടത്തുവാൻ കഴിയുകയുള്ളൂ. എന്താണ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം? അല്ലെ നിങ്ങളെ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ എഴുന്നേൽക്ക് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ. പൗലോസ് അവിടെ പറയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേൽക്കും. അവർക്ക് ആട്ടിൻകൂട്ടമൊന്നും പ്രശ്നമല്ല. അപ്പനെ അമ്മയും തമ്മിൽ ഭിന്നിപ്പിക്കും, വീട്ടിൽ നിന്ന് ഓരോരുത്തരെ പറിച്ചുകൊണ്ട് പോകും, സഹോദരന്മാരെ തമ്മിൽ അടിപ്പിക്കും, കുടുംബങ്ങളെ ഭിന്നിപ്പിക്കും, കുടുംബങ്ങളിൽ ചിത്രത ഉണ്ടാക്കും. അവർക്കതൊന്നും വിഷയമല്ല. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ വിപരീത ഉപദേശവുമായിട്ട് വരും എന്ന് പൗലോസ്ലീഹ മുൻകൂട്ടി പറഞ്ഞു. യോഹന്നാസ്ലീഹ പറഞ്ഞു, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടവരാണ്, പക്ഷേ നമുക്കുള്ളവരല്ല. ആയിരുന്നെങ്കിൽ അവർ നമ്മളോടുകൂടെ പാർക്കുമായിരുന്നു. സോ അങ്ങനെയുള്ള വിപരീത ഉപദേശങ്ങളെ സൂക്ഷിക്കുക. വിപരീത ഉപദേശങ്ങളാണ്
നടക്കുന്ന 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ ആണ് അടുത്ത വേദവായന ഭാഗം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരെ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആവരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനത്തിങ്കിൽ വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതപ്പെട്ടുമിരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അതാണ് അവിടെ പറയുന്നത്. നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ് മോശയും ഇസ്രായേൽ ജനവും കൂടെ ഒരു വാക്യം കൂടെ ഉണ്ട്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് ആർക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ഇവിടെ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്. ഈ മോശയും ഇസ്രായേൽ മക്കളും ചെങ്കടലിലൂടെ നടന്ന് ഉണങ്ങിയ നിലത്തൂടെ, എന്നിട്ട് അവർ ഇപ്പുറത്ത് വന്നപ്പോൾ മന്ന പൊഴിഞ്ഞു വന്നു, കാടപ്പക്ഷി വന്നു, തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം, ഒരേ ആത്മീക ആഹാരം തിന്നു, പാർട്ടേക്കേഴ്സ് ഓഫ് സെയിം ബ്രെഡ്, സെയിം ഡ്രിങ്ക്, വിശുദ്ധ കുർബാന അനുഭവിച്ചു, അത്ഭുതങ്ങളെ കണ്ടു, മാമോദിസ അനുഭവിച്ചു, ഇപ്പുറത്ത് വന്നു. പക്ഷെ അവർ മിക്കവരിലും ദൈവം, ഗോഡ് വാസ് നോട്ട് പ്ലീസ്ഡ് വിത്ത് മോസ്റ്റ് ഓഫ് ദം. നമുക്ക് വേണ്ടി ഇത് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പള്ളിയിൽ പോയി എന്ന് പറഞ്ഞിട്ടോ, കുർബാന അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ടോ, മാമോദിസ ഏറ്റു എന്ന് പറഞ്ഞിട്ടോ ദൈവത്തിന് ഇഷ്ടമുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അർത്ഥമില്ല. അപ്പം ദൈവത്തിന് പ്രസാദമില്ലാത്ത ചില കാര്യങ്ങൾ അവിടെ പറയുകയാണ്. ഒന്ന്, നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. 2, പരസംഗം അവർ ചെയ്തത് പരസംഗം ചെയ്യരുത്. 3, പരീക്ഷിക്കരുത്. 4, പിറുപിറുക്കരുത്. പിന്നെ ദുർമോഹം പാടില്ല. അപ്പൊ 5 കാര്യമാണ് അവരുടെ പരാജയങ്ങളായിട്ട് എഴുതിയിരിക്കുന്നത്. 1, അവർ വിഗ്രഹാരാധികളായി. 2, അവർ പരസംഗം ചെയ്തു. 3, അവർ ദൈവത്തെ പരീക്ഷിച്ചു. 4, അവർ പിറുപിറുത്തു. 5, അവർ ദുർമോഹികളായിരുന്നു, അത്യാഗ്രഹികളായിരുന്നു. ഈ നോയമ്പിന്റെ സമയത്ത് നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കേണ്ട 5 ഏരിയ അവരൊറ്റ ടെക്സ്റ്റ് കിടപ്പുണ്ട്. നമ്മുടെ ദുർമോഹം എങ്ങനെ ഇരിക്കുന്നു. വിഗ്രഹാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവ്യാഗ്രഹമാണ്. അല്ല അവിടെ എവിടെയെങ്കിലും സെബസ്ത്യാനോസ് കൊണ്ടാണ് നമ്പുമായിട്ട് നിൽക്കുന്ന ഒരു രൂപം ഇരിക്കുന്നത്, അതല്ല വിഗ്രഹം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയാണ്. അമിത ആസക്തികളാണ് വിഗ്രഹാരാധന. കൊലാസി ലേഖനം, എഫേസ് ലേഖനം, ഇത് രണ്ടും വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. പരസംഗം ചെയ്യുക, അന്യദൈവത്തെ ആരാധിക്കുന്നതാണ് പരസംഗം. ജീവനുള്ള കർത്താവിനെ വിട്ടുകളയുന്നത്. പരസംഗം ചെയ്യുക, വിഗ്രഹാരാധന ചെയ്യുക, ദുർമോഹികൾ. അപ്പോൾ ഇത് 3 ഒരൊറ്റ കാറ്റഗറിയാണ്. അതായത് വിഗ്രഹാരാധന, ദുർമോഹം, അത് ഒരൊറ്റ കാര്യം തന്നെയാണ്. അടുത്ത പറഞ്ഞ ദൈവത്തെ പരീക്ഷിക്കരുത്. ഡു നോട്ട് ടെസ്റ്റ് യുവർ ഗോഡ്. പിന്നെ ഏറ്റവുള്ളത് പിറുപിറുക്കരുത്. അത് അത്ര വലിയ പാവമാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് സിൻ. ബൈബിളിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വലിയ പാവമാണ് പിറുപിറുക്കുക എന്ന് പറഞ്ഞാൽ ഒച്ചത്തിൽ ഷൗട്ട് ചെയ്യുന്നില്ല. നമ്മുടെ ആ റിബല്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഡൗട്ട്സ് പിറുപിറുക്കുക, അത് വലിയൊരു പാവമായിട്ട് നമ്മളെ സംബന്ധിച്ച് ഒരു നിസ്സാര പാവമായിരിക്കും. ഒരു കാരണവശാലും പിറുപിറുക്കരുത്. അപ്പം നമ്മുടെ ഫെയ്ത്ത് ദൈവത്തിലുള്ള ആഴപ്പെട്ടിരിക്കണം. അപ്പം എന്താണ് ഇതൊക്കെ വരാൻ കാരണം? നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുന്നു, പ്രതിസന്ധികൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ പൗലൂസ് ഇത് പറഞ്ഞിട്ട് ഈ 5 കാര്യം നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പൗലൂസ് പറയുകയാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ ഒന്നും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. എത്രയോ കഷ്ടങ്ങൾ ലോകത്ത് മനുഷ്യർ അനുഭവിച്ചു, മനുഷ്യവർഗം കടന്നുപോയി. ഇന്ന് നമ്മൾ കഷ്ടതയിലാണ്. വീട്ടിലിരിക്കാൻ പറഞ്ഞു, അതാണ് കഷ്ടം. പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് കഷ്ടം. കാരാഗ്രഹത്തിലൊക്കെയാണ് പൗലോസ് ശ്ലീഹ കടന്നത്.
അന്നത്തെ കാരാഗൃഹം എന്ന് പറഞ്ഞാൽ 5 അടി പൊക്കമില്ല. മനസ്സിലായോ? 5 അടി പൊക്കമില്ല. നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല. ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. കുനിഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല. ചുരുണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. എത്ര സമയം ഇരിക്കാൻ പറ്റുന്നു? ഇന്ത്യ പ്രധാനമന്ത്രി 21 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. പൗലൂസൊക്കെ കാരാഗൃഹത്തിൽ കടന്നു എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നേരെ നിൽക്കാൻ പറ്റാത്ത. ലോകം താതർ സഹോദരർ ജാതിയതും തറവാടും ആകെയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ സദാ കാലം സ്മരണം ചെയ്വതു നന്നേറ്റം. അപ്പോ പൗലോസ് ശ്ലീഹായെ കാണുമ്പോഴാണ് നമ്മൾ കംപ്ലൈന്റ് പറയുന്നത്. സ്വർഗത്തിലോട്ടൊക്കെ ചെല്ലുമ്പോൾ കർത്താവായ യേശുവിനെ കാണുന്നതിന് മുമ്പ് ഈ പുറത്തൊക്കെ ഇവരൊക്കെ കാണും. അപ്പോൾ ആദ്യം പൗലൂസിനെ കാണുമ്പോൾ ഈ എന്തൊരു കഷ്ടമായിരുന്നു എൻ്റെ അപ്പോസ്തല, കൊറോണ വൈറസ് വന്നു, ഞങ്ങളെല്ലാം വീട്ടിലിരിക്കേണ്ടി വന്നു, TV കണ്ടും ചാനൽ മാറ്റിയും, ആകെ 60 ചാനലല്ലേ ഉള്ളൂ, മാറ്റി മാറ്റി ഞാൻ നേരെ നിൽക്കാൻ കഴിയാതെ 5 അടിയിൽ താഴെ പൊക്കമുള്ള ആ മുറിയിൽ വർഷങ്ങൾ ഇരുന്ന് അവിടെ ചുരുണ്ടിരുന്ന് പ്രിസൺ എപ്പിസ്റ്റൽസ്, കാരാഗ്രഹ ലേഖനം എഴുതിയ അപ്പോസ്തലനോടാണ് നീ പറയുന്നത്. ആ അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുകയാണ്, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷയൊന്നും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഒരുക്കുന്നു. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ് എന്ന് ദൈവത്തിന് നന്നായി അറിയാം. നിങ്ങൾക്ക് കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു പരീക്ഷ നേരിടുവാൻ നിങ്ങൾ സമ്മതിക്കാതെ അവൻ പരീക്ഷയോടുകൂടെ പോക്കുവഴികളെയും ഒരുക്കുന്നു. അപ്പോസ്തലന്മാർ, സഹദേന്മാർ, അവരോടൊന്നിച്ച് നമുക്കും പാടണം. അവരോടുകൂടെയാണ് നമ്മൾ ജീവകിരീടം പ്രാപിക്കാനിരിക്കുന്നത്, അല്ലേ? ഞങ്ങളുടെ മകുടം എന്നും നിലനിൽക്കും. അവർ പാടുകയാണ്, ഞങ്ങളുടെ എന്നും നിലനിൽക്കുന്ന ആ മകുടമാണ് ഇറ്റേണൽ ക്രൗൺസ്. അവരത് ഉറപ്പാക്കി. അവൻ്റെ വരവിൽ പ്രത്യാശ വെക്കുന്ന ഏവർക്കും, എനിക്ക് മാത്രമല്ല നിങ്ങൾക്കെല്ലാവർക്കും ആ ജീവകിരീടം, ക്രൗൺ ഓഫ് ലൈഫ്, ക്രൗൺ ഓഫ് ഇറ്റേണൽ ലൈഫ്, നിത്യജീവന്റെ കിരീടങ്ങൾ അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. വാളുകളാലും തീയാലും പീഡകൾ ഞങ്ങൾ സഹിച്ചാലും ആശ്വാസം പറുദീസായ എന്നല്ലോ സഹദേർ ചൊല്ലുന്നു. മത്തായിയുടെ സുവിശേഷം 14:24 മുതൽ 36 വരെ മുമ്പേ വായിച്ച അതേ ഭാഗം തന്നെയാണ്. ശിഷ്യന്മാർ തടാകത്തിലൂടെ പോകുമ്പോൾ വലിയ കാറ്റടിക്കുന്നു. യേശു കർത്താവ് വരുന്ന കണ്ടപ്പോൾ ഭൂതമെന്ന് വിചാരിച്ച് അവർ ഭയപ്പെടുന്നു. പക്ഷെ യേശു പടകിൽ ചെന്ന് കയറി കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു. അവർക്ക് സ്വസ്ഥത വരുന്നു. സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, സ്വസ്ഥത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അനേകർ അവനെ തൊടുവാൻ വേണ്ടി ഓടി വന്നു. തൊട്ടവരൊക്കെയും സൗഖ്യം പ്രാപിച്ചു. പിന്നെയുള്ളൊരു വായനാഭാഗം, ഗബ്രിയേൽ മാലാഖ മറിയത്തിൻ്റെ അടുത്ത് വന്ന് മംഗളവാർത്ത അറിയിക്കുന്നതാണ്. അത് നമ്മൾ ഇന്നലെ ഓൾറെഡി ചിന്തിച്ചു കഴിഞ്ഞതാണ്. പിന്നെയുള്ളത് ഒരെണ്ണം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളാണ്. യേശുവിൻ്റെ അമ്മയും ശിഷ്യന്മാരും അവനെ വിളിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവൻ പറയുന്നു, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 33-ാമത്തെ വാക്യം,
ഒത്തിരി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഞാനതൊന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 31-ാമത്തെ വാക്യം. അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു വന്നു നിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു. പുരുഷാരം അവന്റെ ചുറ്റും ഇരുന്നിരുന്നു. അവർ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്റെ അമ്മയും സഹോദരന്മാരും ആരെന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ അമ്മയും സഹോദരനും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവിനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. കാരണം കർത്താവിനെ യഹൂദന്മാർ വല്ലാതെ പരിഹസിക്കുന്നു, ഒരുപക്ഷെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അതറിഞ്ഞപ്പോൾ ഔട്ട് ഓഫ് ദെയർ ലവ് പൗലൂസ് യെരുശലേമിലേക്ക് പോകുമ്പോൾ അങ്ങനെയാണ്. പട്ടണം തോറും സഭയിലുള്ള പ്രവാചകന്മാർ ഓരോ സഭ തോറും എഴുന്നേറ്റ് നിന്നിട്ട് പൗലൂസിന് വരാനുള്ള കഷ്ടതകളെ കുറിച്ച് പ്രവചിക്കുകയാണ്. അപ്പോൾ വിശ്വാസികൾ പൗലൂസിനോട് പോകരുതേ എന്ന് പറയുമ്പോൾ പൗലൂസ് പറയും, നിങ്ങൾ എന്റെ ഹൃദയം തകർക്കുന്ന എന്തിന്? അഗബാസ് എന്ന് പറഞ്ഞൊരു പ്രവാചക പൗലൂസിന്റെ ഉറുമാലെടുത്ത് തന്റെ കയ്യിൽ ഇങ്ങനെ കെട്ടിയിട്ട് പറഞ്ഞു, ഈ ഉറുമാലിന്റെ ഉടമസ്ഥനെ യെരുശലേമിൽ ഇതുപോലെ ബന്ധിക്കുമെന്ന് ആത്മാവ് തെളിവായി എന്നോട് പറയുന്നു. പൗലൂസ് കെയർ ചെയ്യുന്നില്ല. കാരണം പൗലൂസ് യെരുശലേമിലേക്ക് പോകുവാനും ബന്ധിക്കപ്പെടുവാനും വേണ്ടി വന്നാൽ മരിക്കുവാനും തയ്യാറായിട്ടാണ് പോകുന്നത്. അതുപോലെ ക്രിസ്തു ഒരു മിഷനോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പം അവരുടെ ആ മാനുഷികമായ സ്നേഹത്തിലാണ് അവർ വിളിക്കുന്നത്. അപ്പം അവർ തമ്മിലുള്ള സ്നേഹബന്ധമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിന് അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അല്ല കർത്താവ് അവരെ ഡിസ്റിഗാർഡ് ചെയ്ത് കളഞ്ഞതല്ല. ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാകുമ്പോഴാണ് എത്ര മാത്രം അടുപ്പം അവർ തമ്മിലുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഒരു ഭാഗം വായിക്കുന്നത് ആവർത്തന പുസ്തകം 16-ാം അധ്യായം, ആവർത്തന പുസ്തകം 25-ാം അധ്യായം 26-ന്റെ, പിന്നെ 16-ാം അധ്യായം 27 മുതൽ 10 വരെ ഞാൻ വായിക്കാം. ആവർത്തന പുസ്തകം 6. ഈ ചട്ടങ്ങളും വിധികളും ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്നു. നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പ്രമാണിച്ച് നടക്കണം. യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവന്റെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് അവന്റെ വചനം കേട്ടനുസരിക്കണം എന്നും ഇന്ന് അരുളപ്പാട് കേട്ടിരിക്കുന്നു. യഹോവ അരുളി ചെയ്തതുപോലെ നീ അവന് സ്വന്തം ജനമായി അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കുമെന്നും താൻ ഉണ്ടാക്കിയ സകല ജാതികൾക്കും മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതമാക്കേണ്ടതിന് താൻ കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധ ജനമായിരിക്കുമെന്നും ഇന്ന് നിന്റെ വാമൊഴി വാങ്ങിയിരിക്കുന്നു. ഇത് നമ്മളവിടെ പറയാണ്, നീ സ്വന്തം ജനമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു, നീ പുരോഹിത രാജപുരോഹിത വർഗമാണ്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും പഴയ നിയമത്തിൽ തന്നെ ദൈവം കൊടുത്തിട്ടുണ്ട്. യു ആർ ഓൺ പീപ്പിൾ, റോയൽ പ്രീസ്റ്റ്ഹുഡ്, ചോസൺ ജനറേഷൻ, ഇതെല്ലാം തന്നെ പഴയ നിയമത്തിൽ തന്നെയുള്ള വിശേഷണങ്ങളാണ്, പുതിയതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും സ്വന്തം ജനവും വിശുദ്ധ വംശവും രാജകീയ പുരോഹിത വർഗവുമാണ്. യു ആർ ചോസൺ ജനറേഷൻ, ഹോളി നേഷൻ, റോയൽ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ഓൺ പീപ്പിൾ. ഇതെല്ലാമാണ് പഴയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നെയുള്ളത് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 2 മുതൽ 14 വരെ ഉള്ള ഭാഗങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 2 മുതൽ 14 വരെ. എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സ്വരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്ന് പേർ. അവന്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്.
അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീർ ആയിരിക്കും. മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന ഒന്നും അവൻ തിന്നരുത്. വീഞ്ഞും മദ്യവും കുടിക്കരുത്. അശുദ്ധമായതൊന്നും തിന്നരുത്. ഞാൻ അവളോട് കൽപ്പിച്ചൊക്കെയും അവൾ ആചരിക്കണം എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ശിംശോന്റെ ജനനത്തെക്കുറിച്ചാണ് കാണുന്നത്. മനോഹയുടെ ഭാര്യ മച്ചിയായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവളോട് പറയാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അത് സിമിലർ ടു മേരിയോട് പറഞ്ഞതിനോട് ഒരു താരതമ്യമാണ്. അതാണ് നമ്മളവിടെ കാണുന്നത്, ശിംശോന്റെ ജനനം. ഇതെല്ലാം ക്രിസ്തുവിന്റെ ജനനത്തിന്റെ നിഴലുകളായിട്ട്, അതുകൊണ്ടാണ് ഈ ദിവസം ആ വായന, വചനിപ്പിന്റെ ദിവസം തന്നെ ആ വായനയും ക്രമീകരിച്ചിരിക്കുന്നത്. അത്ഭുതകരമായിട്ട് അവൾ ഗർഭവതിയായി. കാരണം മച്ചിയായിരുന്നു. അന്നത്തെ കാലത്ത് പിന്നീട് പ്രസവിക്കുമെന്നുള്ളതിന് യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന കാലത്ത് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുകയും അവൾ പ്രസവിക്കുകയും, നമുക്കറിയാം പിന്നീട് ശിംശോന്റെ കഥയൊക്കെ നമുക്കറിയാം. പക്ഷെ ശിംശോനോട് പറയാണ്, നീ മുന്തിരി രസം ഒന്നും കുടിക്കരുത്. പക്ഷെ യേശു കർത്താവ് വളരെ വ്യത്യസ്തനാണ്. യോഹന്നാൻ തിന്നാതെയും കുടിക്കാതെയും വന്നു, പക്ഷെ മനുഷ്യപുത്രൻ തിന്നുന്നവനും കുടിക്കുന്നവനുമായിട്ട് വന്നു. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 13. നിങ്ങൾ വായിക്കുമ്പോൾ ധാരാളം ചിന്തകൾ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ഇത് മാത്രം കേട്ടിട്ട് പോകാതെ ദയവായി സ്വന്തമായി വായിക്കാൻ ശ്രമിക്കണം. സക്കറിയ പ്രവചനം 2-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, പിന്നെ 4-ാം അധ്യായം 1 മുതൽ 7 വരെ ദൈവം യെരൂശലേമിനെ വിടുവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. യെശയ്യാ പ്രവചനം 63:15. ഇന്ന് ഒരുപാട് വായനാ ഭാഗങ്ങളുണ്ട്. യെശയ്യാ പ്രവചനം 63:15. സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വാസസ്ഥലത്ത് നിന്ന് കടാക്ഷിക്കണമേ. നിന്റെ തീഷ്ണതയും വീര്യപ്രവൃത്തികളും എവിടെ? നിന്റെ മനസ്സലിവും കരുണയും എന്നോട് കാണിക്കത്തക്കവണ്ണം നീ അടക്കി വെച്ചിരിക്കുന്നു. നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അപ്പൊ ദൈവത്തോട് മനസ്സലിവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് വളരെ വളരെ അനുയോജ്യമായ ഒരു പ്രാർത്ഥനയാണ് പ്രയർ ഓഫ് പെനിറ്റൻസ്. അനുതാപത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. ലുക്ക് ഡൗൺ ഫ്രം ഹെവൻ ആൻഡ് സീ ഫ്രം യുവർ ഹാബിറ്റേഷൻ ഹോളി ആൻഡ് ഗ്ലോറിയസ്, വേർ ആർ യുവർ സീൽ ആൻഡ് യുവർ സ്ട്രെങ്ത്, ദ ഏണിംഗ് ഓഫ് യുവർ ഹാർട്ട് ആൻഡ് യുവർ മേഴ്സീസ് ടുവാർഡ് മീ, ആർ ദേ റിസ്ട്രെയിൻഡ്. ദൈവത്തിലുള്ള ആശ്രയമാണ്, ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷയും അഭയയാചനയുമാണ്. നിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകും, കുന്നുകൾ വിറയ്ക്കും. അങ്ങനെയുള്ള ദൈവത്തിന്റെ വല്ലഭത്വത്തെ പിന്നെ പ്രശംസിക്കുകയും പുകഴ്ത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. പിന്നെയുള്ളത് 1 യോഹന്നാൻ 3-ാം അധ്യായം 2 മുതൽ ഉള്ള 1 യോഹന്നാൻ 3-ാം അധ്യായം 2 മുതൽ 17 വരെ ഇന്നത്തെ വായനയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 2 മുതൽ 17 വരെ. അവിടെ വായിക്കുകയാണ്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഗ്ലോറിയസ് ഗോസ്പലിനെ സംബന്ധിച്ച് കീ വേഴ്സ് ആണ്. അവിടെ പറയാണ്, നാം പ്രിയമുള്ളവരെ, നമ്മൾ ദൈവമക്കളാണ്. Behold, what manner of love the Father has given to us, that we are called children of God. അങ്ങനെ ആ അധ്യായം തുടങ്ങുന്നത്. എന്നിട്ട് പറയുന്നത്, Beloved, now we are children of God, and it has not yet been revealed what we shall be. But we know that when He is revealed, we shall be like Him, for we shall see Him as He is. അവൻ വെളിപ്പെടുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും. എങ്ങനെയാണ് നാം അവനോട് സദൃശന്മാരാകുന്നത്? ബിക്കോസ് ഓഫ് ഹിസ് അപ്പിയറൻസ്.
അവൻ പ്രത്യക്ഷനാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? അവനെ പോലെ ആകുക, ഈ ദൈവത്തെ പോലെ ആകുക. അലക്സാണ്ട്രിയയിൽ അത്താനാസിയോസ് തിരുമേനി അങ്ങനെ നമ്മളെ പഠിപ്പിച്ചത്. അവനെ പോലെ നമ്മളാകാൻ നമ്മെപ്പോലെ അവനായി. പർപ്പസ് ഓഫ് ഗോഡ് എന്താണ്? നമ്മെ ദൈവത്തെ പോലെ ആക്കുക. നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കുന്നതാണ്. ഇപ്പൊ പേര് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതാണ് യോഹന്നാൻ ശ്ലീഹ. ഇപ്പൊ നമുക്ക് പേര് മാത്രമേ ഉള്ളൂ. രൂപവും ഭാവവും കൂടെ വരണം. ദൈവമക്കൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവമക്കളാവും. പക്ഷെ നമ്മൾ അവനെ പോലെ ആകണം. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലോറിയസ് ഗോസ്പലിൽ നമ്മളെപ്പോഴും കേൾക്കുന്നത്, നിർമ്മല സൂനുവിനെ അയച്ചോന ആത്താതൻ സ്തുത്യൻ ശുദ്ധൻ നിർമ്മലമാ ഉദരത്തിങ്കൽ താൻ ഇറങ്ങി വസിച്ചു വിശുദ്ധമായി അവനോടു തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി. ഇതാണ് ഗോസ്പൽ. ഇനി അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനെ പോലെ ആകുന്നു. അതാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. സത്യത്തിൽ നമ്മൾ അവനെ പോലെ ആയി കഴിയുമ്പോഴാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ ഈ കരച്ചിലും നിലവിളിയും വഴക്കും പിണക്കവും ഭിന്നതയും അസൂയയും പകയും പൈശൂന്യവും പിടിച്ചിരിക്കുന്ന ഈ ലോകത്തിലേക്കല്ല കർത്താവ് വരുന്നത്. ഇവിടെ ഓരോന്നാണ്, ഓ കർത്താവ് വരാറായി, ഉടനെ കർത്താവ് വരും. നോ 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 കർത്താവ് വരുന്നത് അവനെ പോലെ ആയ തൻ്റെ മക്കളുടെ അടുക്കിലേക്ക്. വി നീഡ് ടു ഗ്രോ. നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. ഭൂമി മുഴുവൻ യഹോവയുടെ ജ്ഞാനം കൊണ്ട് അങ്ങോട്ട് നിറയും. എങ്ങനെ? സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ. അതാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്. ആദാമിനോട് പറഞ്ഞതാണ്, നീ സൃഷ്ടികളെ നോക്കി പഠിക്കുവി. ഇപ്പോൾ അത് ശാസ്ത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യവർഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ മേഖലകളിൽ ശാസ്ത്രം കൈകടത്തി DNA ഘടന വായിച്ചു. ഇപ്പൊ ജനറ്റിക്കലി മോഡിഫൈഡ് ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, പ്ലാന്റ്സ് എല്ലാം ഉണ്ടാക്കുകയാണ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റിങ്, ബ്രെയിൻ റീഡിങ് ഓരോന്നും ചെയ്യുകയാണ്. അപ്പൊ ചില യാഥാസ്ഥിതിക മതവിശ്വാസികൾ അത് പാപമാണ്, ദൈവത്തിന്റെ മേഖലകളിൽ കൈകടത്തി. നോ 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 നോ, ഗോഡ് ഈസ് ഡിലൈറ്റിംഗ് ഇൻ യു. ദൈവം നിന്നിൽ സന്തോഷിക്കുന്നു. കാരണം മനുഷ്യൻ വളരുവാൻ, തന്നെ പോലെ ആകുവാൻ, ദൈവത്തെ പോലെ ആകുവാൻ, ദൈവത്തോട് തുല്യനാകുവാൻ ഗോഡ് ഈസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോഴാണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാതെ ചട്ടും മുടന്തും ഉളുക്കുമുള്ള മെഫിബോശത്തിന്റെ ആ പരുവത്തിലല്ല. അവന്റെ മുടന്ത് മാറുവാൻ, അവനെ പോലെ ആകുവാൻ, അവനോട് തുല്യനാകുവാൻ. വി ആർ നൗ ചിൽഡ്രൻ ഓഫ് ഗോഡ്. പക്ഷേ നമ്മൾ ആകാൻ പോകുന്ന എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല.
ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ പാകിയത് ക്രിസ്ത്യാനിറ്റിയാണ്, ഗോസ്പലാണ്. ഗോസ്പലിൽ നിന്നാണ് ഇത് മുഴുവൻ വന്നിരിക്കുന്നത്. ലോകത്തിലെ എണ്ണം പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ക്രിസ്ത്യാനിറ്റിയുടെ സംഭാവനയാണ്. അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ പ്രവൃത്തി നിന്നിട്ടില്ല എന്ന്, ഇപ്പോഴും കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർക്കുന്ന 2000 വർഷം മുമ്പ് പൗലൂസ് പേന താഴെ വെച്ചതോടുകൂടെ ദൈവത്തിൻ്റെ മെസ്സേജ് നിന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നു. പിന്നെ അത് അങ്ങോട്ടും തലങ്ങും വിലങ്ങും അത് വായിച്ചുകൊണ്ടിരിക്കുക. നോ, ഗോഡ് ഈസ് സ്റ്റിൽ വർക്കിംഗ്. മനുഷ്യവർഗത്തോടൊന്നിച്ച് അവനെ തിരിച്ചറിയുവാൻ, അവൻ്റെ പ്രവൃത്തിയെ തിരിച്ചറിയുവാൻ പല യാഥാസ്ഥിതികരും കിതച്ചുപോയി, പരാജയപ്പെട്ടു പോയി. പക്ഷേ കാരവൻ ഗോസ് ഓൺ. സാർത്ഥവാഹക സംഘം സുവിശേഷത്തിൻ്റെ ജൈത്രപതാകയുമായി മനുഷ്യവർഗം ബഹുദൂരം മുന്നിലെത്തിക്കഴിഞ്ഞു. ഇനിയും കാലങ്ങൾ താണ്ടേണ്ടതുണ്ട്. മനുഷ്യവർഗം മുന്നോട്ട് പോവുകയാണ്. അതാണ് യോഹന്നാൻ ശ്ലീഹ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വച്ചിരിക്കുന്നതാണ്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, പക്ഷേ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോഴേക്ക് നാം അവനെ പോലെ ആകും. അപ്പം നമ്മൾ അവനെ പോലെ ആയിട്ടേ അവൻ പ്രത്യക്ഷപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് ഈ ഉടനെ ഇതിനിടയ്ക്ക് കർത്താവ് വരുമെന്ന് ഓർത്ത് വെറുതെ ഡ്രമ്മൊന്നും തല്ലി പൊട്ടിക്കണ്ട. ഉടനെയൊന്നും കർത്താവ് വരത്തില്ല. അവൻ പ്രത്യക്ഷനാകും. അവനെ താനിരിക്കുന്ന പോലെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകും നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. പിശാചിന്റെ പ്രവൃത്തികളെ, എന്താണ് പിശാചിന്റെ പ്രവൃത്തി? അറുക്കുക, മുടിക്കുക, മോഷ്ടിക്കുക, നശിപ്പിക്കുക. ഇന്ന് മനുഷ്യവർഗത്തിന്റെ നേരെ പിശാചിന്റെ ഒരു പ്രവൃത്തിയാണ് കൊറോണ വൈറസ്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ ആരാണ് വർക്ക് ചെയ്യുന്നത്? സയന്റിസ്റ്റുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മരുന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീസ് വർക്കിംഗ്, ഹീസ് വെരി ബിസി. വെറുതെ പ്രാർത്ഥിച്ചിട്ട് അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് അങ്ങോട്ട് വരത്തെ. കാരണം ഹീസ് വെരി ബിസി വർക്കിംഗ് വിത്ത് ദം. This is gospel. This is true gospel. ദൈവത്തിന്റെ മക്കളായിരുന്നു പിശാചിന്റെ മക്കളായിരുന്നു ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ. കായിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റെ നീതിയുള്ളതും ആകുന്നത് കൊണ്ടല്ലോ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പയക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പയക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു തന്നിരിക്കുന്നതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരൻ മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ഈ ദിവസങ്ങളിൽ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ട 4 വ്യത്യസ്ത പോസ്റ്റുകൾ 4 പേരിട്ടിരിക്കുന്നുണ്ട്. ഒന്ന് പ്രിൻസ് നിലമ്പൂർ എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ, 2 മനു ചെറിയാൻ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, പിന്നെ വേറെ 2 പേര്, ഞാൻ അവരുടെ പേര് കൃത്യമായി ഓർക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നലെ 4 വ്യത്യസ്ത പോസ്റ്റുകൾ വായിച്ചു. ആ 4 പോസ്റ്റുകളിൽ കേരളത്തിൽ പെന്റക്കോസ്റ്റൽ പാസ്റ്റേഴ്സ്, ചെറിയ സഭകൾ നടത്തുന്നവർ, അന്നന്നത്തെ മീറ്റിംഗ് കൊണ്ടൊക്കെ ജീവിക്കുന്നവർ, അവരൊക്കെ വലിയ കഷ്ടത്തിലാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് സന്ധിപ്പാൻ അവർക്ക് കഴിവില്ല. അതുകൊണ്ട് ധാരാളം പണമുള്ള പാസ്റ്റേഴ്സ് ഉണ്ട് അവിടെ തന്നെ. കോടാനുകോടി ശതകോടികളൊക്കെ ഉള്ള മലയാളി പാസ്റ്റേഴ്സ് ഉണ്ട്. ഇവരെ ഹെൽപ്പ് ചെയ്യണം എന്നൊരു പബ്ലിക് അപ്പീൽ അവർ ഈ 4 പോസ്റ്റുകളിൽ 4 വ്യത്യസ്ത വ്യക്തികൾ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. പെന്റക്കോസ്റ്റലിന്റെ ഒരു ദയനീയ മുഖമാണ്. അപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ അവരുടെ വീടുകളിൽ ധാരാളം സമ്പത്തുള്ളവരും പ്രത്യേകിച്ച് ഈ കരുതലായിട്ട് ഒരുപാട് ഭക്ഷണം ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നൊക്കെ എന്നോട് ചില ആളുകൾ പറഞ്ഞു. അപ്പം അവര് പ്ലീഡ് ചെയ്യാണ്, നിങ്ങൾ ഈ പാവങ്ങൾക്കും കൂടെ കൊടുക്കണം. അപ്പം യോഹന്നാൻ ഇവിടെ പറയുന്നത് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അലറി വിളിക്കുന്നതോ എരുമ കുളിക്കുന്നതോ തോട്ടി കുളിക്കുന്നതോ അല്ല.
സഹോദരനെ സ്നേഹിക്കുന്നവനാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അവന് നിത്യജീവനുണ്ടെന്നറിയാം. അല്ല നീ അലറി വിളിച്ചിട്ടും നീ വെള്ള ധരിച്ചിട്ടും മീശ പഠിച്ചിട്ടും ആഭരണം ഉപേക്ഷിച്ചിട്ടും ഒന്നും നിനക്ക് നിത്യജീവൻ കിട്ടത്തില്ല. നിത്യജീവൻ കിട്ടിയവരുടെ ലക്ഷണം അവൻ സഹോദരനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ദാറ്റ് ഇസ് എ സീൽ ഓഫ് ഇറ്റേണൽ ലൈഫ്. നിത്യജീവൻ കിട്ടിയവന്റെ മുദ്രയാണ്. അവൻ ഈ ലോകത്തിലെ വസ്തുവെ അധികം സ്നേഹിക്കത്തില്ല, മുറുകെ പിടിക്കത്തില്ല. തന്റെ സഹോദരന് മുട്ടുണ്ടെങ്കിൽ അവനെ സഹായിക്കും. ഇത് സഹോദരൻ എന്നതിലുപരിയായിട്ട് സ്വന്തം വിശ്വാസത്തിൽ ഒരപ്പത്തിന്റെ അംശമായിട്ടൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരേ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ പോലും അവന്റെ കഷ്ടതയെ കണ്ടില്ല എന്ന് വെച്ച് സ്വന്തമായി സ്വത്ത് സമ്പാദനത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യഗ്രതപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. വ്യഗ്രതപ്പെട്ടിരിക്കുന്നു. അപ്പം അത് കാപ്പട്യമാണ്. 3-ാം അധ്യായം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാണ്. അപ്പം അതാണ് മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. നിങ്ങൾ ആ ഭാഗം വ്യക്തമായിട്ട് വായിക്കണം. നിങ്ങളുടെ ബൈബിളിൽ വേണമെങ്കിൽ ഒരടയാളവും വെച്ചു. കാരണം ഈ സുവിശേഷമായിട്ട് വരുന്നവരെ കാണിച്ചു കൊടുക്കുക. വാട്ട് ഈസ് ഇറ്റേണൽ ലൈഫ്? ഇറ്റേണൽ ലൈഫ് പ്രാപിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ കൂടണം, വെള്ളത്തിൽ മുങ്ങണം, കൊട്ടിപ്പാടണം, മീശ പഠിക്കണം, വെള്ളം ഇടണം, ആഭരണം ഊരണം, എണ്ണ വെച്ച് കുളിക്കണം, ഇങ്ങനെയുള്ള കുറെ ഉപദേശങ്ങൾ. നോ 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 നോ. നിങ്ങൾ മരണം വിട്ട് ജീവനിൽ കടന്നു എന്നതിന്റെ അടയാളം നിങ്ങളുടെ സഹോദരനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഹോദരനെ സ്നേഹിക്കുന്നവൻ ആരോ, മുട്ടുള്ളവനെ സഹായിക്കുന്നവൻ ആരോ, അവനാണ് മരണം വിട്ട് ജീവനിലേക്ക് കടന്നത്. അതാണ് യേശു ഗുഡ് സമരിറ്റൻ സ്റ്റോറി പറഞ്ഞപ്പോൾ പറഞ്ഞത്. പുരോഹിതൻ ഈസ് എ റിലീജിയസ് പേഴ്സൺ. ഷുഗർലി അവൻ ദൈവാലയത്തിലെ പുരോഹിതനാണ്. അടുത്ത ലേവിയൻ അവിടുത്തെ ഹെൽപ്പറാണ്. പക്ഷേ ഇതിനെല്ലാം വാഗ്ദാനത്തിന്റെ നിയമത്തിന് അന്യനായ, പുറജാതിക്കാരനായ, വെറുക്കപ്പെട്ടവനായ, അറക്കപ്പെട്ടവനായ, തിരസ്കരിക്കപ്പെട്ടവനായ പുറജാതിക്കാരൻ ശമര്യൻ, അവനാണ് ദൈവത്തിന്റെ ഹിതത്തെ പ്രവർത്തിച്ചത്. നിത്യജീവൻ അവന്റെ മേലാണ് വസിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങളുടെ മതവിശ്വാസവുമായിട്ടും ബന്ധമില്ല. ക്രിസ്തുവിന്റെ സുവിശേഷം സാർവലൗകികമാണ്, യൂണിവേഴ്സൽ ഗോസ്പലാണ്. നിങ്ങളുടെ പോക്കറ്റുകൾക്കകത്ത്, നിങ്ങളുടെ ഉപദേശങ്ങൾ കൊണ്ട് നിങ്ങൾ തീർത്ത ചതുരക്കള്ളികൾക്കകത്ത് കർത്താവിനെ പിടിച്ചു കെട്ടി നിർത്താം എന്നുള്ളത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. ഞായറാഴ്ചത്തെ നിങ്ങളുടെ കൂടിവരവും ഡ്രമ്മടിയും അതിനകത്താണ് കർത്താവ് പ്രസാദിക്കുന്നതെന്നും, തുള്ളാൻ തയ്യാറായി കർത്താവ് ഹോളിൽ നിൽക്കുന്നുണ്ട്, ഈ ഞായറാഴ്ച തുള്ളാതെ കർത്താവ് മടുത്ത് നിരാശപ്പെട്ടു പോകുമല്ലോ എന്നോർത്ത് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 7 മുമ്പേ പോയി ചെണ്ട കൊട്ടി കർത്താവിനെ തുള്ളിച്ച് പ്രസാദിപ്പിക്കാൻ ശ്രമിച്ച ചില വിഡ്ഢികൾ കോട്ടയം പട്ടണത്തിൽ പോലുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് സുവിശേഷം അവരെ എങ്ങും സ്പർശിച്ചിട്ടില്ല. സുവിശേഷം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. സുവിശേഷം എന്നാൽ എന്താണ്, അതിന്റെ ABCD മനസ്സിലാക്കാത്തവരാണ് ഉപദേശം കൊണ്ട് നടക്കുന്നത്. നിന്റെ മതവിശ്വാസമൊന്നും കർത്താവിന് പ്രശ്നമല്ല. നീ എന്ത് വിശ്വസിക്കുന്നു, നീ എന്ത് ചെയ്യുന്നു, ഇതൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. നീ സഹോദരനെ, മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ്. നല്ല ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു മനുഷ്യൻ വന്ന് നമ്മൾ ഈ കഴിഞ്ഞ 28 ദിവസങ്ങളിൽ നമ്മൾ 32 ദിവസങ്ങളിൽ നമ്മൾ ഈ ഡെയിലി റീഡിംഗ് വായിച്ചപ്പോൾ നമ്മൾ 3 പ്രാവശ്യം അതേ ടെക്സ്റ്റ് വായിച്ചു. ഒരു ചെറുപ്പക്കാരൻ വന്ന് യേശുവിനോട് ചോദിക്കുകയാണ് നിത്യജീവൻ പ്രാപിക്കാൻ. അപ്പൊ യേശു കർത്താവ് പറയാണ് 10 കൽപ്പനകൾ. യേശു കർത്താവ് പറയാണ് കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെ അമ്മയും ബഹുമാനിക്കണം. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ 10 കൽപ്പനകളിലെ ആദ്യത്തെ 4 കൽപ്പന കർത്താവ് മിണ്ടിയിട്ടില്ല. രണ്ടാമത്തെ സ്റ്റോൺ ടാബ്ലറ്റിൽ എഴുതിയ മനുഷ്യബന്ധത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ജൂവിഷ് എക്സ്ക്ലൂസീവിസം കർത്താവ് പറഞ്ഞില്ല. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുതെന്നോ, നീ ശബത്തിനെ ആചരിക്കണമെന്നോ, നീ ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുതെന്നോ, നീ അതാണെന്നോ ഇതാണെന്നോ പറഞ്ഞ എന്ന് പറഞ്ഞാൽ റിലീജിയസ് ബിലീഫിനെ കർത്താവ് തൊട്ടിട്ടില്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്നേഹിക്കുന്നവൻ ആരാണോ അവന് യേശുക്രിസ്തു സൗജന്യ ദാനമായി കൊടുക്കുന്നതാണ് നിത്യജീവൻ. അതിന് നിന്റെ മതവിശ്വാസം യാതൊരു തരത്തിലും ബാധകമല്ല എന്ന് ഞാനല്ല പറഞ്ഞത്, യേശു കർത്താവ്. യേശു കർത്താവ് പറഞ്ഞേ. അതുകൊണ്ട് സ്ട്രിക്റ്റ് റിലീജിയസ് ഒബ്സർവേഷൻ കൊണ്ട് നിനക്ക് രക്ഷ കിട്ടുമെന്നോ നിത്യജീവൻ കിട്ടുമെന്നോ ഒന്നും വിശ്വസിച്ചു. ദാറ്റ് ഇസ് ഫൂളിഷ്നെസ്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതാണ് നിത്യജീവൻ. ലാസ്റ്റ് നമുക്ക് ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായമാണ്. അതുകൂടെ വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം 13 മുതൽ ഉള്ള ഭാഗങ്ങൾ. ഏതായാലും ഇത്രയായില്ല, അതുകൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം. എബ്രായ ലേഖനമൊക്കെ എവിടെയാണോ ബൈബിളിൽ? 6-ാം അധ്യായം 13-ാമത്തെ വാക്യം.
ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്. ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു. അതുകൊണ്ട് തന്നെ ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്കു പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി മുൻപ് കൂട്ടി പ്രവേശിച്ചിരിക്കുന്നു. For us, he entered there in well advance. നീ മൽക്കീസദേക്കിന്റെ കാര്യം കൂടെ വായിക്കുന്നുണ്ട്. ശാലേം രാജാവും അത്യുന്നതനുമായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുമ്പോൾ അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവെന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദേവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ. ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ 10 കൊടുത്തുവല്ലോ. ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രഹാമിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോട് വാങ്ങുന്നു. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദാനങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചും ഇരിക്കുന്നു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. ഇവിടെ മരിക്കുന്ന മനുഷ്യൻ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു എന്ന സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. അവന്റെ പിതാവിനെ മൽക്കീസദേക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. അപ്പൊ ഇത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ദൈവശാസ്ത്ര സംബന്ധമായി വളരെ വാല്യൂ ഉള്ള ഒരു ടെക്സ്റ്റാണ് നമ്മൾ വായിച്ചത്. ഇതിങ്ങനെ ഒരു ഡെയിലി റീഡിങ്ങിൽ പറഞ്ഞു പോകാനുള്ള ഒരു ഭാഗമല്ല. എങ്കിലും ഞാൻ അവിടെ നിന്ന് ഒരു ചിന്ത പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. കാരണം ഇതൊരു വേറൊരു ദിവസം ഇത് തന്നെ നമുക്കൊരു ലൈവായിട്ട് ചിന്തിക്കാൻ മാത്രം വളരെ വിശാലമായ ഒരു സബ്ജക്റ്റാണ് മൽക്കീസദേക്കിനെ കുറിച്ചുള്ള എബ്രായ ലേഖനത്തിലെ പരാമർശം. അപ്പം അബ്രഹാം ഒരു യുദ്ധം ജയിച്ച് തിരിച്ചു വരികയാണ്. അപ്പോ യുദ്ധത്തിൽ അബ്രഹാം സഹായിച്ച രാജാവ് അബ്രഹാമിന് ഓഫറൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അബ്രഹാം പറയുന്നുണ്ട്, നിന്റെ ഒന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മൽക്കീസദേക്ക് അബ്രഹാമിനെ എതിരേറ്റ് വരികയാണ്. എന്താണ്? അപ്പവും വീഞ്ഞുമായിട്ടാണ് ഈ പുരോഹിതൻ വരുന്നത്. നിങ്ങൾ നോക്കുക, അബ്രഹാം എന്ന് പറയുമ്പോൾ മോശയ്ക്ക് മുമ്പാണ്. ലേവ്യ പൗരോഹിത്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് സമാഗമന കൂടാരത്തിന്റെ മാതൃക പർവ്വതത്തിന്റെ മുകളിൽ മോശയ്ക്ക് ദൈവം വരച്ചു കാണിക്കുന്നതിന് മുമ്പ്, ലേവ്യ പൗരോഹിത്യം എസ്റ്റാബ്ലിഷ് ആകുന്നതിന് മുമ്പ്, അതിനെല്ലാം മുമ്പ് ഒരു പുരോഹിതൻ വരികയാണ്. അവൻ എന്തും കൊണ്ടാണ് വരുന്നേ? അപ്പവും വീഞ്ഞുമായിട്ട്. മനസ്സിലായോ? സമാധാനത്തിന്റെ രാജാവ്, ശാലേം രാജാവ്, യേശു കർത്താവ് അപ്പവും വീഞ്ഞും എടുത്താണ് നമുക്ക് നൽകിയത്. രക്തരഹിതമായ ബലി. നമ്മളതുകൊണ്ടാണ് കുർബാനക്കിടയ്ക്ക് ഈ രക്തരഹിതമായ ബലി. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു എന്ന് നമ്മൾ കേൾക്കുന്നില്ല. അപ്പൊ ഈ ബലിയും സ്തോത്രവുമാകും അപ്പവും വീഞ്ഞുമായിട്ടാണ് മൽക്കീസദേക്ക് വരുന്നത്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. അബ്രഹാം അവന് ദശാംശം കൊടുത്തു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു. മൽക്കീസദേക്ക് ബ്ലെസ്ഡ് അബ്രഹാം. പിന്നീട് അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ 12 മക്കളിൽ ഒരുവനായ ലേവി കുടുംബത്തിനാണ് പൗരോഹിത്യം സിദ്ധിക്കുന്നത്, മോശയിലും അഹ്റോനിലൂടെ കൂടെ. എന്നിട്ട് ബാക്കി 11 ഗോത്രക്കാരിൽ നിന്ന് ഈ ലേവി ഗോത്രം ദശാംശം വാങ്ങുകയാണ് പൗരോഹിത്യം. പക്ഷെ ലേവി എന്നല്ല, ലേവി മക്കളെന്നല്ല, അവരുടെ അപ്പനായ ഗോത്രപിതാവായ ലേവിയുടെ അപ്പനായ യാക്കോബിന്റെ അപ്പനായ ഇസാക്കിന്റെ അപ്പനായ അബ്രഹാം.
അപ്പം അബ്രഹാമിന്റെ കടിപ്രദേശത്ത് എന്ന് പറഞ്ഞാൽ അബ്രഹാമിൽ ഇവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തപ്പോൾ ലേവിയും ഒരു കണക്കിന് മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. അതെങ്ങനെ സാധിക്കും? അതാണ് ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും മരിച്ചു എന്ന് പൗലോസ് ധൈര്യമായിട്ട് എഴുതുന്നത്. കാരണം ഈ അബ്രഹാം ഇവരുടെ വംശാവലിപ്പെട്ട ആളൊന്നുമല്ല. അവന് മാതാവില്ല, പിതാവില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല, വംശാവലിയില്ല എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ മനുഷ്യവർഗത്തെയും ദൈവം സ്നേഹിക്കുന്നു. നിങ്ങളുടെ വംശാവലിയുടെ കൃത്യമായ പട്ടികക്കകത്തൊന്നും അല്ല മൽക്കീസദേക്ക് നിൽക്കുന്നത്. നിങ്ങളുടെ മതത്തിന്റെ ചട്ടക്കൂട്ടിലോ നിങ്ങളുടെ പൗരോഹിത്യത്തിലോ ഒന്നും അല്ല മൽക്കീസദേക്ക് നിൽക്കുന്നത്. നിനക്ക് ലേവ്യ പൗരോഹിത്യം കാണും, അഹറോൻ കാണും, മൂശ കാണും, നിനക്ക് 7 നിലവിളക്കുള്ള 7 കൊമ്പുള്ള നിലവിളക്ക് കാണും, അവിടെ കാഴ്ചയപ്പം കാണും, മേശ കാണും, കുറവ് തിരിച്ച പശു കാണും, കാളക്കടാവ് കാണും, പശുഭസ്മം കാണും, ആട്ടുകൊറ്റം കാണും, തീ കാണും, അതൊക്കെ കാണും. പക്ഷേ അതിനെല്ലാം ഉപരി നിന്നെക്കാൾ വലിയവൻ, നിന്റെ ഗോത്രത്തെക്കാൾ വലിയവൻ, നിന്റെ ഗോത്രപിതാവായ ലേവിയേക്കാൾ, അവന്റെ അപ്പനായ യാക്കോബിനേക്കാൾ, അവന്റെ അപ്പനായ ഇസ്ഹാക്കിനേക്കാൾ, അവന്റെ അപ്പനായ അബ്രഹാമിനോട് ദശാംശം വാങ്ങിയ ഒരു പുരോഹിതൻ നിപ്പുണ്ട് മൽക്കീസദേക്ക്. ആ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമാണ് യേശു കർത്താവ് പുരോഹിതനായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദാം മക്കൾ ഖുദ്ധാനം വാഗ്ദാനം ചെയ്തോൻ മശിഹ. ഇതാണ് യുഗങ്ങളുടെ മർമ്മം, മിസ്റ്ററി ഓഫ് ഏജസ്. എഫേസ്യ ലേഖനം എഴുതുമ്പോ പൗലൂസ് പറയാണ്, യുഗങ്ങളായി മറഞ്ഞു കിടന്ന ആ മർമ്മം ഇതാ വെളിപ്പെട്ടു വരുന്നു. ഹിഡൻ മിസ്റ്ററി. For God so loved all the world. ദൈവം എത്ര മാത്രമാണ് മനുഷ്യകുലത്തെ സ്നേഹിച്ചത്. അതുകൊണ്ട് മതത്തിന്റെ സ്ട്രിക്റ്റ് ഫോളോവിങ്ങിലല്ല സാൽവേഷൻ, ഇറ്റേണൽ ലൈഫ് സഹോദരനെ സ്നേഹിക്കുന്നതിൽ മാത്രമാണ്. നമുക്ക് വലിയ നോയമ്പിന്റെ സന്ധ്യയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ഗീതം ശ്രദ്ധിക്കാം. ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും തിശുബുഹത്തോ ലാലോഹോ ബമറൗമേ അല്ലറവോ ശോമോ ശൈനോ സബറോ തോബോ ലബനൈനോ ശോ ഉളവാക സ്തുതി ദൈവത്തിനു വാനിൽ ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും എൻ പേർക്കായി നാഥ നിൻ കാരുണ്യത്തിൻ വാതിൽ തുറക്കേണം പാപിനിയാൾക്കെന്നോണം ഞാനർപ്പിച്ചിടും കണ്ണീർ കൈക്കൊണ്ടേ എന്റെ കടങ്ങൾക്കായി നൽകണമേ പരിഹാരം. ആധനവാൻ തന്റെ ഉപമയിലെന്നോണം അപരാധ. ഇന്ന് പരിശുദ്ധ മറിയത്തിന്റെ വചനിപ്പ് പെരുന്നാളാണ്. മാർച്ച് 25. ഡിസംബർ 25-നാണ് ക്രിസ്തുമസ്. കൃത്യം 9 മാസം മുമ്പായിട്ടാണ് വചനിപ്പ് പെരുന്നാളിനെ സഭ ആഘോഷിക്കുന്നത്. മാതാവിന്റെ വചനിപ്പ് പെരുന്നാളിന്റെ ഈ ദിവസം ലോകത്തിന് മുഴുവൻ വേണ്ടി തന്നോടൊപ്പം പ്രാർത്ഥിക്കുവാൻ
പരിശുദ്ധ മാർപ്പാപ്പ ലോകത്തോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പിതാവിൻ്റെ ആഹ്വാനപ്രകാരം നിങ്ങൾ സാധിക്കുന്നവരെല്ലാം മിക്കവരും തന്നെ വീട്ടിലിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം പ്രാർത്ഥനയിൽ ചിലവഴിക്കുക. കരുണയുടെ കൊന്ത ചൊല്ലുവാൻ സാധിക്കുന്നവർ കരുണക്കൊന്ത ചൊല്ലുക. ജീസസ് പ്രയർ റിസൈറ്റ് ചെയ്യാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. കരുണയുടെ അപേക്ഷകൾ ചൊല്ലുവാൻ സാധിക്കുന്നവർ അങ്ങനെയുള്ള അപേക്ഷകൾ ചൊല്ലുക. ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഈ മഹാമാരി, ഈ മാതാവിൻ്റെ പെരുന്നാളിൻ്റെ ദിവസത്തിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളാലും അപേക്ഷകളാലും ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും എല്ലാ വിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളുടെയും നീതിമാന്മാരുടെയും സഹോദരന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും എല്ലാം പ്രാർത്ഥനകളാൽ ഈ വലിയ തിന്മ, ഈ ഇരുട്ടിൻ്റെ ശക്തി മനുഷ്യവർഗത്തിൽ നിന്ന്, ഈ നിഴൽ മാറിപ്പോകുവാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.